91 വയസ്സുള്ള അമ്മമ്മയെ കണ്ട പൊതുവെ എല്ലാവരും പറയാൻ ചാൻസ് പണ്ടത്തെ കാലം കണ്ടില്ലേ, ആ ഒരു ആരോഗ്യമാണ് അവർക്ക് എന്ന് നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യം എങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊരു സർവൈവൽ ബയാസ് ആണ്. എന്തുകൊണ്ടാണ് എൻ്റെ അമ്മമ്മയുടെ അനിയന്മാരോ അനിയത്തിമാരോ അല്ലെ കൂടെ ജനിച്ചവരോ ഇപ്പൊ ജീവിച്ചിരിക്കാത്തത്? അവരൊന്നും സർവൈവ് ചെയ്ത് വന്നില്ല. സർവൈവ് ചെയ്ത് വന്ന ആളെ മാത്രമാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്നതിന് ശേഷം നമുക്ക് തോന്നുകയാണ് എൻ്റെ അച്ഛനും അമ്മയും പെർഫെക്റ്റ് ആയിരുന്നു, അവർ എനിക്ക് വേണ്ടി എടുത്ത ഡിസിഷൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നു, അപ്പോഴേ അവർ സർട്ടിഫൈഡ് ആയി, അവരൊരു നല്ല പേരൻസ് ആണ്. നമുക്ക് ഫീൽ ചെയ്യാണ് നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനും അമ്മയും അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പേരൻറ്റിങ്ങിൻ്റെ ഒരു കുറവായിരിക്കും. പുറത്തുനിന്ന് ഒരു വിഷമം ഉണ്ടായി, ഇതിന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്നാ നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ബാഡ് പേരൻറ്റിങ് ആയിരിക്കും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എന്ത് തിരിച്ചു കിട്ടും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവര് നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റുന്ന ആൾക്കാരല്ല. ചെറുപ്പത്തിൽ തന്നെ ഈ നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ പേരിലോ ചൂസ് ചെയ്ത് ആൾക്കാരെ മാറ്റി നിർത്താനൊക്കെ പ്രേരിപ്പിക്കുന്ന പാരന്റ്സ്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഒട്ടും ലോയൽ അല്ല. ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യം. ഇപ്പോഴത്തെ കുട്ടികളെ ശരിക്കും മനസ്സിലാവാത്ത ആരൊക്കെയോ ആയിരിക്കാം മേ ബി അങ്ങനെ പറയുന്നത്. നമുക്ക് ശരിയാണെന്ന് എന്താണോ തോന്നുന്നത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ലിവിങ് ടുഗെദർ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഈ ജനറേഷന്റെ പ്രശ്നമാണ്. എൻ്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ട് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയും എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്തോ അല്ലെങ്കിലോ അതിന് മുന്നോ ഒക്കെ എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇരിപ്പിൽ എനിക്ക് കരച്ചിൽ വരും. അപ്പോൾ അമ്മയ്ക്ക് ഇതുണ്ടായിട്ടുണ്ടാവും. എടി നിന്റെ അമ്മ ഇത് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അതൊരു കുഴപ്പം തന്നെയാണ്. ലൈഫിൽ മീനാക്ഷിനെ സ്കെയർ ചെയ്യുന്ന എന്തെങ്കിലും പാർട്ടുണ്ടോ? എനിക്ക് 8 കാലിയെ ഭയങ്കര പേടിയാണ്. എനിക്ക് എന്തോ ഫോബിയ അതിനെ കണ്ട. ഹായ് ഗൈസ്, വെൽക്കം ടു പിക്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ എനിക്ക് വന്നിരിക്കുന്ന ഗസ്റ്റ് ഇസ് വെരി സ്പെഷ്യൽ. ബിക്കോസ് ഞാൻ ഇത്രയും എപ്പിസോഡ് ചെയ്തതിൽ ഏറ്റവും ഏജ് കുറഞ്ഞ ഒരു ക്യൂട്ട് കുട്ടിയാണ്. ബിക്കോസ് നമ്മൾ കുറേ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിൽ. പക്ഷെ ഐ റിയലി വാണ്ടഡ് ടു നോ അബൌട്ട് ടീനേജ്. ഇപ്പോഴത്തെ എങ്ങനെയാണ് ടീനേജ് ലൈഫ് ഗോയിങ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കാണുന്നൊരു കാലഘട്ടം ടീനേജ് ആണ്. സോ അതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഇന്നത്തെ ഗസ്റ്റ് ആണ് മീനാക്ഷി അനൂപ്. ഹായ്. ഹലോ. ഫൈൻ. എന്തുണ്ട് വിശേഷം? സുഖം. നമ്മളാക്കുന്ന ഒരു പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ടീനേജ് എന്ന് പറയുന്നത്. എൻ്റെ ടീനേജിലൊക്കെ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഹോംവർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂളിൽ റഷ്, അത് ഇത് കുറേ പ്രശ്നങ്ങൾ. അന്ന് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചിരുന്നത് എങ്ങനെയും ഒന്ന് വലുതായൊരു ജോലി കിട്ടി കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി ട്രാവൽ ചെയ്താൽ മതിയായിരുന്നു, അതാണ് നല്ല ലൈഫ് എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് നമ്മളത് ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്നാണ് തോന്നിയത്. സോ മീനാക്ഷിയുടെ പെർസ്പെക്റ്റീവ് എന്താ? ലൈക്ക് ഈസ് ടീനേജേഴ്സ് ബ്യൂട്ടിഫുൾ ഓർ ലൈക്ക് പ്രശ്നക്കാരനാണോ, എങ്ങനെയാണ്? എൻ്റെ ടീനേജിൻ്റെ പെർസ്പെക്റ്റീവ് അങ്ങനെ കോമൺ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മളിങ്ങനെ എൻ്റെ ഒരു ടീനേജിനൊക്കെ മുന്നേ തൊട്ട് ഇങ്ങനൊരു ഇപ്പം കുറേ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ വന്നതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മയും ഞങ്ങളുടെ കൊച്ച എന്ന് പറയുന്നതിനെ കഴിഞ്ഞും പുറത്ത് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കൊച്ച, ഞങ്ങളുടെ മീനൂട്ടിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, എന്ന് പറയുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് അത് അത്ര കോമൺ അല്ല. നോർമൽ ഒരു ടീനേജിനുള്ള പോലെ ആയിരിക്കണം എന്നില്ല എൻ്റെ ടീനേജ് പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് ഇതങ്ങനെ വലിയ സ്പെഷ്യലായിട്ടും അങ്ങനെയൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഫീൽ ചെയ്യണം എന്നില്ലല്ലോ. പിന്നെ എന്തിനും എനിക്ക് തോന്നുന്നത് കുറച്ചങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല എന്ന് തോന്നുന്ന സാധനങ്ങളോട് നമുക്കൊരു സ്പെഷ്യാലിറ്റി കൂടുതലുണ്ട്. അതിപ്പം ചേച്ചി ചേച്ചിയുടെ ടീനേജൊക്കെ ഇപ്പോൾ കഴിഞ്ഞു, അപ്പോൾ ഇനി കുറച്ച് അമ്മുമ്മയാവുന്ന സമയത്ത് തോന്നുമായിരിക്കും കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലഘട്ടവും കഴിഞ്ഞു പോകുമ്പോൾ നമുക്കത് തിരിച്ചു വരാത്തത് കൊണ്ട് അത് കൊള്ളാം. എനിക്കിപ്പോൾ തോന്നാറുണ്ട് ഭയങ്കര എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്ത് അങ്ങനെ കുഞ്ഞുവാവയായിട്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ടീനേജിലുള്ള ആൾക്കാർക്കും തോന്നും കുഞ്ഞുവാവയായിട്ടിരുന്നാൽ മതി. കാരണം അത് കഴിഞ്ഞു പോയി, ഇനി തിരിച്ചു കിട്ടത്തില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ മതിയായിരുന്നു, അത് കഴിഞ്ഞു പോയല്ലോ. അപ്പൊ പിന്നെ അതിനോട് തോന്നുന്ന ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അതായിരിക്കും മേ ബി ടീനേജിനോട് എല്ലാവർക്കും ഇങ്ങനെ സ്പെഷ്യാലിറ്റി കൂടുതൽ തോന്നാൻ കാരണം. നമ്മുടെ കുറേ ചിന്തകളും നമുക്ക് എല്ലാത്തിനോടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടി വരുന്നത് ഈ ടീനേജിലാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് കണ്ടാലും സംശയമായിരിക്കും, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ. അതെ, പിന്നെ എല്ലാത്തിനെയും നമുക്ക് ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തോന്നുന്നു. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് അതിനെതിരായിട്ടുള്ള അഭിപ്രായമാണെങ്കിൽ പെട്ടെന്ന് കയറി തർക്കിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ടീനേജിന്റെ മാത്രം പ്രശ്നങ്ങളായിരിക്കും. കുറച്ചുകൂടെ അങ്ങ് മുന്നേക്ക് പോകുമ്പോൾ
നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആവും. പിന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെയാണ് തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ അതൊക്കെ ടീനേജിന്റെ സ്പെഷ്യാലിറ്റി ആയിരിക്കും. എന്റെ ടീനേജ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളത്. ഉം. ആക്ച്വലി ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് ഫ്രം യുവർ സ്കൂൾ ലൈഫ്. ഉം. ഓക്കെ. അപ്പം എന്തായാലും മീനാക്ഷി ഒരുപാട് പേര് അറിയപ്പെടുന്ന ഒരാളാണ്, കാര്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങളുടെ സമയത്തൊക്കെ ആണെങ്കിൽ ഞാനിപ്പം നമുക്ക് പബ്സ് ഒക്കെ മേടിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടാവും. ഉം. ഫുൾ പൈസ ചെലവും കാര്യങ്ങളൊക്കെ ഒരു ഫ്രണ്ടിലേക്ക്. നമ്മൾ സിപ്പപ്പ് മേടിക്കാൻ പോവുകയാണെങ്കിലും ലേസ് മേടിക്കാൻ എല്ലാ ചെലവും മുപ്പരാളായിരിക്കും. നമ്മൾ അതൊക്കെ വാങ്ങി കഴിക്കുക ആ ഒരു മൂടായിരുന്നു. സോ കമ്മിങ് ടു ദിസ് എറ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടീനേജിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കൂൾ ലൈഫിൽ മീനാക്ഷിയുടെ എങ്ങനെയാണ് ഫ്രണ്ട്സ് മീനാക്ഷിനെ അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ഞാനിപ്പോൾ കോളേജിലാണ്. ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക. അപ്പം ഞാൻ സ്കൂളിലൊക്കെ വരുന്ന സമയത്താണ് ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ സ്കൂൾ കാലം ഒന്നും കൃത്യമായിട്ട് സ്കൂളിൽ പോയി എന്നും സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. ഞാൻ വളരെ ചെറിയ പ്രായത്തിലാണ് ഈ പറയുന്ന മെറക് ആന്റണിയൊക്കെ ആയാലും ചെയ്യുന്നത് എനിക്കൊരു 9 വയസ്സ് 10 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ ഞാൻ അതിന് മുന്നത്തെ ഒരു സമയത്ത് കൃത്യമായി സ്കൂളിൽ പോയി. എനിക്ക് തോന്നുന്നു നമുക്ക് അതൊന്നും കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോഴേ നമുക്കൊരു 7, 8, 9, 10 അതൊക്കെയാണല്ലോ സ്കൂൾ ലൈഫ്. അതിന് മുന്നേ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒന്നും നമ്മളങ്ങനെ സ്കൂൾ ലൈഫായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പ്രായമല്ല. എങ്ങനെയും തിരിച്ച് വീട്ടിൽ വന്ന് അതൊക്കെയല്ലേ നമുക്കുള്ളൂ. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനൊന്നും ആ ഒരു ഏജിൽ നമ്മളങ്ങനെ ഓർത്തിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാനാണെങ്കിൽ എനിക്കങ്ങനെ കണ്ടിന്യൂസ് നേരത്തെ പറഞ്ഞ പോലെ എന്നും സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരാളായിരുന്നില്ല. എൻ്റെ വീട്ടിലൊരു ടീച്ചർ വരും, എന്നിട്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കും. അതായിരുന്നു പണ്ട് തൊട്ടേ നടന്നു വന്നുകൊണ്ടിരുന്ന ഇപ്പോഴും നടക്കുന്ന ഒരു സിസ്റ്റം അതാണ്. കാരണം നമുക്ക് അതേ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇങ്ങനെ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പണ്ട് തൊട്ടേ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഡെയിലി സ്കൂൾ ലൈഫ് ഒന്നും എനിക്കങ്ങനെ അതിനെപ്പറ്റി കൃത്യമായൊരു ധാരണയില്ല. പക്ഷേ ഇപ്പം കോളേജിലേക്ക് വന്ന സമയത്ത് ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കോളേജിൽ. അപ്പം ആദ്യം നമ്മളിവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ടാവും. എന്ന് വെച്ചാൽ എന്നെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ് അവിടെ പ്രശ്നം. ചില സമയത്ത് അത് നമുക്കൊരു ലക്കായിരിക്കും. നമ്മളെ എല്ലാവർക്കും അറിയാം, ഓക്കെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, അവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഒരേ പ്രായക്കാരുടെ സമപ്രായക്കാരുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ആ കുട്ടി എല്ലാവർക്കും അറിയാം, അവളുടെ അടുത്ത് ഇപ്പോൾ ചെന്ന് മിണ്ടി എങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യും എന്ന് നമുക്കറിയത്തില്ല. ഇപ്പം നമ്മൾ ചിരിച്ച് തിരിച്ച് ചിരിച്ചില്ലെങ്കിലോ എന്നൊക്കെ തോന്നുന്നത് നമുക്കുമുള്ളൊരു പ്രശ്നമാണത്. നോർമൽ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം ഞാൻ ചേച്ചി ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ ഹലോ ഹായ് എന്നിട്ട് അങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ ഉണ്ടാവാറില്ല. പരിചയപ്പെട്ടതിന് ശേഷമാണ് കൂടുതൽ സംസാരങ്ങളും പിന്നെ നമ്മുടെ സംസാരങ്ങൾ നീണ്ടുപോകുന്നതും ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പം എൻ്റെ കോളേജിൽ ചെന്നപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും ഹായ് മീനാക്ഷി അത്രേ ഉള്ളൂ. അപ്പം ഞാനും ഹായ്. പിന്നെ എനിക്കൊരു എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് മിണ്ടും, ഞാൻ ഒത്തിരി സംസാരിക്കും. എനിക്ക് എന്നെ നോക്കി വളരെ ചിരിച്ച് നിൽക്കുന്ന ആളാവണം എന്നൊന്നുമില്ല സംസാരിക്കാനായിട്ട്. എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കൺവേ ചെയ്യാനും സംസാരിക്കാനും പറ്റും. അതിപ്പോൾ ആരാണെങ്കിലും എത്ര സീരിയസ് ആയിട്ടുള്ള ആളാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ലായിരുന്നു. പിന്നെ പോകെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി അങ്ങ് തീരും. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പുതിയൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച നമ്മൾ ഐഫോൺ അങ്ങനെയൊക്കെ കൊണ്ട് നടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തീരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം യൂസ്ഡായി. ഞാൻ എപ്പോഴും മിക്ക സമയത്തും കോളേജിൽ അളിയാ അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കവിഞ്ഞൊരു ഫോർമാലിറ്റി ഒന്നും ഇപ്പോൾ അവിടെ സംഭവിക്കാറില്ല. പക്ഷെ ആദ്യ സമയത്ത് ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എന്താണ് എല്ലാ കുട്ടികളും പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അതൊരു ലക്കായിട്ടാണ് ഫീൽ ചെയ്യുക. അയ്യോ ആ കൊച്ചിന് എവിടെ ചെന്നാലും ഒരു സെലിബ്രിറ്റി ഇമേജ്, കോളേജിൽ ചെന്നാൽ പിള്ളേരും എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് അയ്യോ മീനാക്ഷി ആർട്ടിസ്റ്റുകളെയൊക്കെ കണ്ടിട്ടുണ്ടോ, ഇന്ന ആൾക്കാർ അവർ ആരുടെ ഫാനാണോ അവരെ പറ്റി ചോദിക്കും. ഇപ്പം ലാലങ്ങളുടെ ആണെങ്കിൽ ലാലങ്ങളുടെ കണ്ടിട്ടുണ്ടോ, തൊട്ടിട്ടുണ്ടോ, മിണ്ടിയിട്ടുണ്ടോ, അങ്ങനെ ഒരു ഫാൻ ബേസ് ആയിരിക്കും. പക്ഷേ അവർക്കത് കാണുമ്പോൾ നമ്മളെ വലിയൊരു പുതുമയാണ്. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളെ ആരും നോർമലായിട്ടല്ല കാണുന്നത്. എന്തോ വേറൊരാൾ ടി വിയിൽ നിന്ന് ഇറങ്ങി വന്ന് അതേപടി വന്നിരിക്കുന്നു, അവരുടെ കുറേ ക്യൂരിയോസിറ്റികൾ തീർക്കുന്നു, നമ്മളടുത്ത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് സംസാരം. അല്ലാതെ നമ്മളടുത്ത് നോർമലി ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് അവിടെ നടക്കുന്നില്ല. അല്ലാതെ വന്നുള്ള ലഞ്ച് ഷെയർ ചെയ്യുന്നത് അവിടെ നടക്കുന്നില്ല. ഞാൻ മാത്രം ഒറ്റയ്ക്കൊരു മൂലൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനതിലൊന്നും വിഷമിച്ചിട്ടില്ല. അതും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം നടക്കുന്ന പ്രോസസ്സും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം പതുക്കെ അതങ്ങനെ തന്നെ ആയി വരും. കുറച്ചങ്ങ് മുന്നേക്ക് പോകുമ്പോൾ വീണ്ടും കമ്പനി ആവും, എല്ലാവരും പഴയ പോലെ തന്നെയാവും. ആ ഒരു പുതുമ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണം എന്നില്ലല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് പേര് ഈ ചീറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥകളൊക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധം ഇപ്പൊ ഈ റൂമിലിരിക്കുന്ന ഒരുവിധം ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ലൈഫിൽ ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു ഫ്രണ്ട്ഷിപ്പ്, പക്ഷെ നമ്മളൊരു കാര്യത്തിൽ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കാം. മേ ബി ഐ ഡോണ്ട് നോ അബൌട്ട് മീനാക്ഷി, ലൈക്ക് ഇപ്പൊ 20 years or 19. അപ്പോ ആ ഒരു വയസ്സിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അയാൾ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചേ എന്നുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? യു വോണ്ട് ടു ഷെയർ?
അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഈ റൂമിലിരിക്കുന്ന എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളങ്ങനെ വെറുതെ ഒരാൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയം മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ എത്ര പൈസ കൊടുത്ത് നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും, അതൊക്കെ പറ്റും. പക്ഷേ നമ്മുടെ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണം വേണം, ഇത് ചെയ്താൽ നമുക്കിത് കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സന്തോഷത്തിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളായിരിക്കും അത്. അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പുകൾ എന്നൊന്നും പറയാനില്ല, പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ നമ്മളെ ചീറ്റ് ചെയ്തു അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ അതിനൊരു അവസരം കൊടുത്താലേ അവർക്ക് നമ്മളെ തിരിച്ച് ഹേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അവർ മാത്രമല്ല ചീറ്റ് ചെയ്യുന്നത്, അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മളും ചീറ്റ് ചെയ്തില്ലേ? നമ്മൾ എന്തിനാ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തത്? നമ്മളൊരു തുടക്കത്തിൽ തന്നെ ഇത്രയും കൂട്ടായത് എന്തിനാന്നൊക്കെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എനിക്കും അങ്ങനെ തുടക്കകാലത്തൊരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു. എനിക്ക് എന്തുണ്ടെങ്കിലും ആ കുട്ടി വേണം. ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ഇൻ ടച്ച്, ഇപ്പോഴും കോൺടാക്ട്സിലുണ്ട്. എന്നാലും ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്ന ആളല്ലാത്തത് കൊണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. എനിക്ക് 2 അനിയന്മാരാ. ഒരാളെ തീരെ കുഞ്ഞു ആവേ, ഇപ്പം 6 വയസ്സായതേ ഉള്ളൂ ആൾക്ക്. പിന്നെ ഒരാളിപ്പം 7th ആയതേ ഉള്ളൂ. അപ്പം രണ്ടുപേരും എന്നെ കഴിഞ്ഞ് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം അവർക്ക് ഞാനൊരു അമ്മ ഫീലാണ്. ഒരു ചേച്ചിയെ കഴിഞ്ഞും കൂടുതൽ ഒരു ഭയങ്കര അവരെ കഴിഞ്ഞ് ഒത്തിരി മുതിർന്ന ആളാണ് ഞാൻ. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അതുവരെ ഇല്ല. ഞാൻ അങ്ങനെ ഡെയിലി സ്കൂളിൽ പോയിട്ടില്ല. അപ്പം വേറെ അങ്ങനെ കൂട്ടുകാരൊന്നും എനിക്കില്ല. അപ്പം എനിക്കൊരു പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പ് വന്ന സമയത്ത് എനിക്കത് ഭയങ്കര പ്രഷ്യസാ. എനിക്ക് കൂട്ടുകാരിയുണ്ട്, അതെനിക്ക് എല്ലാവരുടെ അടുത്തും ഭയങ്കര അഹങ്കാരം. എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, ഞാൻ എന്തുണ്ടെങ്കിലും കൂട്ടുകാരിയോട് പറയും. അങ്ങനെയുള്ളൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചങ്ങ് കഴിയുമ്പോൾ തോറും പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അവരെന്നും സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ്, അവർക്ക് എന്നും കൂട്ടുകാരുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ കൊടുക്കുന്ന അതേ ഒരു ഇമ്പാക്റ്റ് അവർക്ക് തരാൻ പറ്റിയെന്ന് വരത്തില്ല. അത് അവരുടെ കുഴപ്പമൊന്നുമില്ല, അത് വളരെ നോർമലാണ്. അപ്പം കുറച്ചങ്ങ് കഴിഞ്ഞു പോകുന്നതോറും അവർ പല കാര്യങ്ങളിൽ തിരക്കായി തുടങ്ങി. അപ്പം ഞാനും ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ, അപ്പം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് സമയം കണ്ടുപിടിക്കും ഈ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി സംസാരിക്കും. പക്ഷെ അതേ ഇമ്പാക്റ്റ് തിരിച്ച് കുറച്ചങ്ങ് വലുതായി വന്നപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മുടെ അടുത്ത് കാണിക്കുന്നില്ല. എനിക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാൻ തുടങ്ങി. അയ്യോ അതെന്ത് പറ്റി, ഞാൻ ഇങ്ങനെ നിന്നിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ പറയാൻ തുടങ്ങി, അത് കുഴപ്പമൊന്നും ഇല്ല, അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എൻ്റെ അച്ഛനും അമ്മയും വളരെ ചില്ലായിട്ടുള്ള, എന്ത് സംഭവിച്ചാലും അത് അതിൻ്റെ വഴിക്കങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു അത് ഒരിക്കലും ഒരാളുടെ കുഴപ്പമൊന്നുമല്ല. ഇപ്പം എനിക്ക് വേണേൽ ചിന്തിക്കാം, ഞാൻ അങ്ങോട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് നിന്നിട്ട് ആ ആൾ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ നിന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫീലേ ഇല്ല. ഞങ്ങൾ കുറച്ചുകൂടെ ഒരു എത്രയാണ്, എനിക്കൊരു 18 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെയും എന്തോ കാര്യം പറഞ്ഞ് ഹായ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചു. അന്ന് പറ്റിയതൊക്കെ പോട്ടെ, നമ്മളത് അപ്പോൾ വളരെ ചെറിയ പ്രായമായിരുന്നു. അതെന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. പക്ഷെ ഇപ്പോഴും അങ്ങനെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലൊന്നും ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും ആ സമയത്ത് എൻ്റെ ചൈൽഡ്ഹുഡ് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയ ഒരാളാണത്. അപ്പം നമുക്കിപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴും എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യാറുണ്ട്. ഡെയിലി ഒന്നും മെസ്സേജ് അയക്കാറില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ആളെനിക്ക് ഇപ്പോഴും സ്പെഷ്യലാണ്. അങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടായി പോയത് കൊണ്ട് പുള്ളിക്കാരി എൻ്റെ ലൈഫിൽ മോശം കാണിച്ചു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആളെപ്പോഴും അന്നത്തെ കാലം കുറച്ച് 2 ദിവസമെങ്കിൽ 2 ദിവസം ബ്യൂട്ടിഫുൾ ആക്കിയ ഒരാളാണത്. അപ്പം എനിക്കിപ്പോഴും സ്പെഷ്യലാണ്. ഐ തിങ്ക് ഇപ്പം ഈ ഒരു ജനറേഷൻ്റെ മീൻസ് ഇപ്പം നമ്മൾ ജെൻസി എന്ന് വിളിക്കണമെങ്കിലും ഐ തിങ്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഐ റിയലി ലൈക്ക് ദാറ്റ്. അതായത് ഇപ്പം ഒരുപാട് പേര് ചിലപ്പോൾ ഇത് വേറെ ഒരാൾ ചിലപ്പോൾ പറഞ്ഞു തന്ന് അല്ലെങ്കിൽ ഇത് ഡീകോഡ് ചെയ്യില്ല ഈ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഓക്കെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇറ്റ്സ് നോർമൽ, ഇറ്റ്സ് ഓക്കെ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു കേപ്പബിലിറ്റി പൊതുവെ നമുക്ക് ബാക്കിയുള്ളവർക്ക് കുറവാണെന്നുള്ള എനിക്ക് തോന്നി. അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പണ്ടത്തെ നമ്മുടെ രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇത്രയും ടെക്നോളജീസും ഇല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നമുക്കൊരു യൂട്യൂബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ പറ്റി അറിയണമെങ്കിലും, അല്ലെങ്കിൽ ഞാനിപ്പം എനിക്ക് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് വരുന്നു, ഞാനിപ്പോൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യണം എന്തുകൊണ്ടായിരിക്കും മൂഡ് സ്വിങ്സ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, ചില സമയത്ത് നിങ്ങൾക്ക് അത് കൂടുതലായിരിക്കും, പെൺകുട്ടികളാണെങ്കിൽ ഇന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉണ്ടാവും, നമുക്കറിയാൻ പറ്റും. പക്ഷെ പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ വരുന്നു എന്തുകൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസമുള്ളത്. അന്ന് നമ്മൾ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരും ഇങ്ങനെ തന്നെ ആയേനെ. അല്ലാതെ അത് കാലഘട്ടത്തിന്റെ വ്യത്യാസമൊന്നും അല്ല. ഇപ്പോൾ
ഹൗ ഡു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഇമോഷൻ? ഇപ്പം ഇതേപോലെ ഇപ്പൊ ഫ്രണ്ട്സ് ഓക്കെ, എനിക്ക് ഇതേപോലെ സമയം തരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അവരെനിക്ക് തിരിച്ചത് തരുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ച് നടക്കുന്ന ഉം. ഒരു കൂട്ടം ഇപ്പൊ ടീനേജ് പിള്ളേരൊക്കെ ഉണ്ടാവും. ഉം. സോ അപ്പൊ മീനാക്ഷി ഈ ഒരു സോണിൽ നിന്ന് എങ്ങനെയാ ഗെറ്റ് ഔട്ട് ചെയ്തത്? അതുപോലെ തന്നെ എന്തായിരിക്കും അവർക്ക് പറയുന്നത് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടാവും? എനിക്കിങ്ങനെ ഗെറ്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് മാത്രം ഞാൻ വിഷമിച്ചിരുന്നിട്ടില്ല അതിൽ. അതുകൊണ്ട് എനിക്കങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഇത് ചെയ്യണം എന്നൊന്നും എനിക്ക് പറയാനില്ല. കുറച്ചുകൂടെയൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണ് നിന്നത്, നമ്മുടെ അടുത്ത് എങ്ങനെയാണ്, എന്തായിരിക്കും അതിന് കാരണം. നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തി വിചാരിക്കണ്ട. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന പ്രശ്നങ്ങളാണ്, ഓക്കെ, അത് അവിടെ വിട്ടേക്കാൻ. നമ്മൾ അടുത്ത കാര്യം നോക്കുക. നമ്മളത് ഓർത്തങ്ങനെ ഒന്നിനെയും ഓർത്ത് വിഷമിച്ചിരിക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമുള്ള ആളല്ല. ഞാനങ്ങനെ വിഷമിച്ചിരിക്കാറില്ല. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും ഹാപ്പി. അതെന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറയും, നിനക്കെന്തോ അസുഖമുണ്ട്, നീ എപ്പോഴും ഹാപ്പിയാണ്. എനിക്കങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഞാൻ വളരെ ചൂസി ആയിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ആരെയൊക്കെ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തൊട്ടേ ചൂസ് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് മുമ്പോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആ വളരെ കുഞ്ഞു സർക്കിളിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒന്നുമില്ലെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. ഞാൻ ഏത് രാത്രി വിളിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ചാലും കേൾക്കാനായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ഹാപ്പി കാര്യമാണ്. അതിപ്പം ചെറിയ ആൾക്കാരാവണമെന്നില്ല, എൻ്റെ ഒരേ പ്രായത്തിലുള്ളവരാവണമെന്നില്ല. എന്നെ കഴിഞ്ഞ് വളരെ മുതിർന്ന ആൾക്കാർ എനിക്ക് ഇങ്ങനെ എപ്പോഴും എന്ത് കാര്യം ചോദിച്ച് വിളിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരും എനിക്കുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്കൊരു പെർഫെക്റ്റ് ഗൈഡ് വേണമെന്നൊന്നുമില്ല. നമ്മൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ട്. ആൻഡ് നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴേ നമ്മൾ അത് അവരുടെ കുറ്റം കൊണ്ടാണ് എന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെയും വിഷമം കൂടും. പിന്നെ നമ്മൾ വീണ്ടും ഇതേ പ്രശ്നം വെച്ച് അടുത്ത ആളുടെ ഒരു ഇത് ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് ചേരും. പിന്നെയും നമ്മൾ വിചാരിക്കും അത് അവരുടെ കുഴപ്പം കൊണ്ടാണ്, വീണ്ടും ഒരാളെന്നെ പറ്റിച്ചു. അങ്ങനെയല്ല, ആക്ച്വലി നമ്മുടെയും കൂടെ പ്രശ്നമുണ്ട്. ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് വന്ന് നമ്മളെ വിഷമിപ്പിച്ചിടാനൊന്നും എന്തായാലും പറ്റത്തില്ല. അങ്ങനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ ഒരു ഇമോഷൻ. ഞാൻ വന്ന് ചേച്ചിയെ വെറുതെ ഇരിക്കുമ്പോൾ വിഷമിപ്പിച്ചിടാൻ പറ്റത്തേ ഇല്ല. കാരണം ഇന്ന് ചിലപ്പോൾ വിഷമമായേക്കാം, നാളെ അതങ്ങ് മറക്കും. കാലാകാലങ്ങളായിട്ട് വിഷമിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഇമ്പാക്റ്റ് അങ്ങോട്ടും കൊടുത്തു. അത്രയും ഒരു നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ അത് അത്രയും നമ്മൾ അങ്ങോട്ടും കൊടുത്തു. അപ്പം അങ്ങനെ ആദ്യമേ ചാടിക്കയറി നമ്മുടെ അത്രയും സമയം അത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, സംസാരിക്കുക. നമുക്ക് പറ്റിയൊരു ഫ്രണ്ട് ആണെങ്കിൽ കൂടെ കൊണ്ട് നടക്കുക. കുറേ കാലം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർന്ന് പൊക്കോളും. നമ്മൾ ഇങ്ങനെ ഒരു പ്രാന്ത് പിടിച്ച പോലെ ഇഷ്ടം കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം പാരന്റ്സിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ പാരന്റ്സിൽ അഫ്കോഴ്സ് നമ്മളിപ്പം യൂട്യൂബിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അമ്മയും അച്ഛനും എല്ലാം നമ്മൾ കാണുന്ന കാര്യമാണ്. ഇപ്പോ ഇപ്പൊ നമ്മൾ ഈ പാരന്റിങ്ങിനെ പറ്റിയിട്ടും കുറെ കാര്യങ്ങൾ, ടീനേജ് വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ. ഇപ്പൊ എങ്ങനെയാണ് ആക്ച്വലി പാരന്റ്സ് ഇപ്പൊ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ എന്തൊക്കെ ബിഹേവിയറൽ പാറ്റേൺസ് ആണ് പാരന്റ്സിന്റെ അടുത്തുനിന്ന് ഒരു ടീനേജ് കുട്ടിക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് ലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? അത് എൻ്റെ പേരൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛയും അമ്മയും എങ്ങനെ ആവണോ അങ്ങനെ തന്നെയാ അവരുള്ളത്. അതുകൊണ്ട് അവർക്ക് എനിക്കൊരു സജഷൻ കൊടുക്കാൻ പോലും ഇല്ല. ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരൻസിൻ്റെ ഒരു ഡ്രോബാക്ക് പറയാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കൊടുക്കാനില്ല. കാരണം അവർ പെർഫെക്റ്റ് ആയതിനെ കഴിഞ്ഞും മേലെയാണ് എനിക്ക് അവരെ ഫീൽ ചെയ്യുന്നത്. അതാണ് ഒരു പേരൻറ്റിങ്ങിന് ഏറ്റവും വലിയ സക്സസ്. ഒരു കുട്ടി ഒരു 18 വയസ്സായതിന് ശേഷം നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്നതിന് ശേഷം നമുക്ക് തോന്നുകയാണ് എൻ്റെ അച്ഛനും അമ്മയും പെർഫെക്റ്റ് ആയിരുന്നു, അവരെനിക്ക് വേണ്ടി എടുത്ത ഡിസിഷൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോഴേ അവർ സർട്ടിഫൈഡ് ആയി, അവരൊരു നല്ല പേരൻസ് ആണ്. പക്ഷെ അതേസമയം നമുക്ക് ഫീൽ ചെയ്യാണ് നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞിട്ട്, നമ്മളെ ടീനേജിൽ നമുക്ക് ഈ പറയുന്ന പോലെ പല കുറ്റങ്ങളും തോന്നും. നമ്മുടെ അച്ഛനമ്മയും നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്നില്ല, എന്നെ അങ്ങോട്ട് വിടുന്നില്ല, എനിക്ക് ഫ്രീഡം തരുന്നില്ല, 100 കൂട്ടം പ്രശ്നങ്ങളായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഈ പറയുന്ന പോലെ ഒരു ലീഗൽ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുകയാണ് നമ്മുടെ അച്ഛനും അമ്മയും അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മേ ബി ഒരു കുറവ് തന്നെയായിരിക്കും. അത് പേരൻറ്റിങ്ങിൻ്റെ ഒരു കുറവായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഫീൽ ചെയ്യാണ് എൻ്റെ അച്ഛനും അമ്മയും പെർഫെക്റ്റ് ആയിട്ടോ, എനിക്ക് എപ്പോഴും എന്നെ വേണേ ചെന്ന് പറയാം, എനിക്ക് എപ്പോൾ വേണേ സന്തോഷമായിട്ടിരിക്കണേ സന്തോഷം, എൻ്റെ സങ്കടമാണെങ്കിൽ സങ്കടം, ഇതൊക്കെ അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം എനിക്ക് പുറത്തുനിന്ന് ഒരു വിഷമം ഉണ്ടായി, ഇതിന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്നാ നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ബാഡ് പേരൻറ്റിങ് ആയിരിക്കും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എന്ത് തിരിച്ചു കിട്ടും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എന്നെ വഴക്ക് പറയുമോ, ഇങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി, എൻ്റെ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ എന്നെ വഴക്ക് പറയുമോ, എന്നെ എങ്ങനെയായിരിക്കും അവർ കാണുന്നത്, എന്നെ അവരെങ്ങനെ ജഡ്ജ് ചെയ്യും എന്നൊരു തോന്നൽ ഒരു കൊച്ചിനുണ്ടായിപ്പോയാൽ എനിക്ക് തോന്നുന്നു അതൊരു ബാഡ് പേരൻറ്റിങ് ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് 2 അനിയന്മാരുണ്ട്, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം
എങ്ങനെയാണോ ഒരു അച്ഛനും അമ്മയും വേണ്ടത്, നമ്മൾ എത്ര വലിയ പ്രശ്നം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെന്നു, ഇനിയിപ്പോൾ ഞാൻ ഒരാളെ കൊന്നെന്ന് പറഞ്ഞാൽ പോലും അതൊരു നല്ല പേരൻറ്റിംഗ് ആണോ എന്ന് അതെ, എനിക്കറിയത്തില്ല. അതെ. എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അതെൻ്റെ ഏറ്റവും വലിയ ധൈര്യമാണ്. ഞാൻ എന്നാ ചെയ്തിട്ട് ചെന്നാലും എൻ്റെ അച്ഛനും അമ്മയും എവിടെയെങ്കിലും നിൽക്കുകയാണ്. എൻ്റെ കൊച്ചാണ് എന്നുള്ളൊരു സാധനം അവിടെ കിടക്കുന്നത്, അത് നമുക്ക് വലിയൊരു ധൈര്യമാണ്. അപ്പം പേരൻറ്റിങ്ങിനെ പറ്റി എനിക്കതേ പറയാനുള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിലൂടെയാണ് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ അല്ലെ അനിയന്മാരെയും ഒക്കെ കൂടുതലും ആൾക്കാർക്ക് പരിചയം. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ എന്നോട് ഏറ്റവും കൂടുതൽ വന്ന് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ വീട്ടിൽ ശരിക്കും ഇങ്ങനെയാണോ? അതെയോ നിങ്ങൾ ഉം. ഷൂട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ അഭിനയിക്കുന്നതാണോ? അപ്പൊ എനിക്കത് വലിയ അത്ഭുതമാണ്. എൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ട് എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്? ഇവർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷേ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത്, എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെയല്ല. എല്ലാവരുടെയും അച്ഛനമ്മമാർ ഇങ്ങനെയല്ല പെരുമാറുന്നത്. അത് അച്ഛനമ്മമാരുടെയും കുഴപ്പമല്ല. ഇപ്പം അതിനെന്നെ കറക്റ്റായിട്ട് പറയുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, നിന്റെ അച്ഛനെ കാണുമ്പോൾ ഞങ്ങൾക്ക് കൊതിയാ. എൻ്റെ അച്ഛന് ഇഷ്ടം പോലെ പെൺകുട്ടികളുടെ ഫാൻസാണ്. എപ്പോൾ ചെന്നാലും അനുഅച്ഛനല്ലേ എന്ന് ചോദിച്ച് വരുന്ന കുട്ടികൾ ഇപ്പോഴും, എവിടെ ഞാൻ അച്ഛനെയും കൊണ്ട് പോയാലും എൻ്റെ അടുത്തേക്ക് വരുന്നതിനെ കഴിഞ്ഞും കൂടുതൽ പെൺകുട്ടികൾ, അത് ആൺകുട്ടികളെ കഴിഞ്ഞും കൂടുതൽ പെൺകുട്ടികൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരും. അത് കാണുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഇങ്ങനെ ഒരു അച്ഛൻ്റെ മോളാണല്ലോ. എൻ്റെ അമ്മയുടെ അടുത്തും അതുപോലെയാണ്. എല്ലാ എല്ലാ ആൾക്കാരും ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എല്ലാ ആൾക്കാരും ഓടി ചെല്ലുന്ന ഒരമ്മ എന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു, അങ്ങനെ ഒരാളാണത് എന്ന് ഫീൽ ചെയ്യുന്നത് എനിക്കും ഭയങ്കര പ്രൗഡാണ്. ഇങ്ങനെ രണ്ടുപേരുടെ അടുത്താണല്ലോ ഞാൻ ഉള്ളത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ്. എനിക്ക് തന്നെ എന്നെപ്പറ്റി ആകെ കോൺഫിഡൻസ് ഉള്ളൊരു കാര്യമാണത്. ആ ഒരു ക്വാളിറ്റി എനിക്കുണ്ട്. അങ്ങനെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മോളാണ് ഞാൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കാര്യമാണ്. കാരണം അത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. നമുക്ക് വലുതായി കഴിയുമ്പോൾ പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല, നമ്മുടെ അച്ഛനും അമ്മയും നല്ലൊരാളായിരിക്കണം, അവർക്ക് ഇന്ന ഇന്ന ക്വാളിറ്റീസ് വേണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത് അവരായിട്ട് അവരുടെ അത്രയും വർഷത്തെ ഒരു കൊച്ചിനെ നോക്കുന്നത്, ജനിച്ചപ്പോൾ തൊട്ട് അതിനെ നോക്കി എങ്ങനെ 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 ഇതിൻ്റെ നമ്മൾക്കൊരു ടീനേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, 100 കൂട്ടം പ്രശ്നങ്ങളായിരിക്കും. എനിക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, എനിക്ക് എല്ലാവരെയും പോലെ വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനൊരു സ്റ്റേറ്റിൽ ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബോധത്തിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത്, അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആ സമയം. അവരത് ഭയങ്കര കൃത്യമായിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു എന്നുള്ളത് ഒരു നല്ല പേരന്റിങ് ശരിയാണ്. തന്നെയാണ്. ഇപ്പൊ ആസ് എ ടീനേജർ എന്തൊക്കെ ചാലഞ്ചസ് ആയിരിക്കും മേ ബി ഫേസ് ചെയ്തിട്ടുണ്ടാവുക മീനാക്ഷി ലൈഫിൽ? ഇപ്പം അഡോളസൻസ് വരുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ ചുറ്റുപാട് സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരുപാട് മാറ്റം വരും. ഇപ്പം പറഞ്ഞില്ല, ഇപ്പം എനിക്ക് എന്തുകൊണ്ട് പുറത്തു പോയിക്കൂടാ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഇത് കാണുന്ന ടീനേജ് പ്രായത്തിൽപ്പെടുന്ന കുട്ടികളും അല്ലെങ്കിൽ അവരുടെ പാരൻസും ഇത് കാണുമ്പോൾ, ഓക്കെ, എൻ്റെ മകൾ ഇത് ചെയ്യുന്നത് എന്തോ ഒരു വിയേർഡ് തിങ് അല്ല, ദിസ് ഇസ് ഹൗ അഡോളസൻസ് ഏജിൽ പിള്ളേർ ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു മീനാക്ഷി ഫേസ് ചെയ്തത്? അതുപോലെ തന്നെ എങ്ങനെയാണ് യുവർ പാരൻസ് ഓവർകംഡ് ഓൾ ദാറ്റ് പ്രശ്നങ്ങളെല്ലാം? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് നമുക്ക് എൻ്റെ ടീനേജ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോഴും ടീനേജ് തന്നെയാണ്. Yeah. അപ്പോൾ അന്ന് നമുക്ക് പക്ഷേ ബുദ്ധിമുട്ടായി തോന്നിയിരുന്ന പല കാര്യങ്ങളും ഇത് നമുക്കതൊരു ബുദ്ധിമുട്ടേ അല്ല, അത് വളരെ കാഷ്വൽ ആയിരുന്നു. അതങ്ങനെ സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ പറയുമ്പോഴും പല അച്ഛനമ്മമാരോട് നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരും ഈ ഏജ് കഴിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവർക്കറിയാം എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക, എന്തൊക്കെ എടുത്തുചാട്ടങ്ങളായിരിക്കും ഇപ്പോൾ സംഭവിക്കുക. പക്ഷേ ഈ പറയുന്ന പോലെ പല കുട്ടികളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ വാശി പിടിക്കുന്ന പോലെ ആവണം എന്നില്ല ചേച്ചി വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നില്ല. ഒരു ആൺകുട്ടി പെൺകുട്ടി ഡിഫറൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ ക്യാരക്ടറിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഇപ്പം എൻ്റെ അനിയൻ വാശി പിടിക്കുന്ന പോലെ ആവണം എന്നില്ല ഞാൻ വാശി പിടിക്കുന്നത്, അതിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം അത് കൈകാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ പേരൻസിന് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ എന്നെ അതൊന്ന് കഴിഞ്ഞിങ്ങ് വരുമ്പോഴായിരിക്കും അടുത്തൊരെണ്ണം വളർന്നു വരുന്നത്, അവനും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ടുപേരും റിയാക്ട് ചെയ്യുന്ന രീതികൾ വ്യത്യാസമായിരിക്കും. അപ്പം അത് ചിലപ്പം അച്ഛനമ്മമാർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അവർക്കും ഇത് മുന്നേ പരിചയമില്ലല്ലോ, അവരുടെയും ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. ഒരു കൊച്ചിനെ വളർത്തുക എന്ന് പറയുന്നത് അവരിത് കാലാകാലങ്ങളായിട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതല്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊച്ചിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നോക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ഫ്രീഡം അവർക്ക് വേണം, എല്ലാവർക്കും പറ്റുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? അതായിരിക്കും നമ്മുടെ ടീനേജിൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു ഒരു ചോദ്യമാണത്. എല്ലാവർക്കും ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നുള്ളത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഒരു സമയമായപ്പോൾ തൊട്ട്, ഒരു 10, 15, 16 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് ഒറ്റയ്ക്ക് പുറത്ത് പോവും. അപ്പം അവർ ഫുഡൊക്കെ കഴിക്കാൻ പോകും, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകും. അപ്പോൾ എനിക്കിതൊന്നും പറ്റുന്നില്ല. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആരും വീട്ടിൽ പിടിച്ചു വെച്ചതൊന്നുമല്ല കേട്ടോ. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛയും അമ്മയും എന്നോട് പറഞ്ഞൊരു കാര്യം തന്നെ, കുഞ്ഞെ നീ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയും നിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പം കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വരും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അവർ എങ്ങനെ വന്നാലും നമ്മളെല്ലാവരും ഹാപ്പിയാണ്. കൊച്ചിനെ കാണുന്നു, തിരിച്ചറിയുന്നു, എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ കൊച്ചു ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പം ആരെങ്കിലും വന്നു മിണ്ടി സംസാരിച്ചു എങ്ങനെയാണ് അവരെങ്ങനത്തുള്ള ആൾക്കാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോൾ കൊച്ചു പൊക്കോ. അല്ലാത്ത ഒരു സമയത്ത് അച്ഛയ്ക്കും അമ്മയ്ക്കും പേടിയാണല്ലോ. ഇതിപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്ന് നമുക്കറിയത്തില്ല. ഈ പറഞ്ഞ പോലെ പുറത്ത് ചെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എടുത്തടിച്ചായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചിന്തിച്ച് മറുപടി പറയാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ അന്ന് അതില്ല. അപ്പം അച്ഛനും അമ്മയും പറയും. പിന്നെ എങ്ങോട്ടെങ്കിലും ഞാൻ അങ്ങനെ സാധാരണ ഒരാളെ പോലെ പുറത്തു പോയി ശീലിച്ചിട്ടുള്ള ഒരാളല്ല. ഒരു ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ മോക്കറിയാമോ? ഇല്ല. പിന്നെ എങ്ങനെ പുറത്ത് പോകും എന്ന് ഈ പറയുന്നത് കൂടെയുള്ള കുട്ടികൾക്ക് അറിയാമോ? ഇല്ല. പക്ഷെ ഞങ്ങൾ പോകും. നമ്മുടെ ഒരു വാശി അതാണ്, ഞങ്ങൾക്ക് പുറത്ത് പോയാൽ മതി. ഇത് പക്ഷേ ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ? ഇല്ല. ഒരു കടയിൽ ചെന്ന് എങ്ങനെ ബില്ല് പേ ചെയ്യണം എന്നെങ്കിലും അറിയാമോ? ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് പുറത്ത് പോകണം. അതൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വാശിയാണ്. നമുക്ക് എല്ലാം അപ്പം കിട്ടിയാൽ മതി. നമുക്ക് ഒന്നിനോടൊരു ക്ഷമയില്ല. എനിക്കൊരു സാധനം വേണം, അപ്പം തന്നെ വേണം. അതൊരു വാശിയാണ്. ഒരു എന്നാ പറയുക, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്കുണ്ടാകുന്ന ഒരു വാശിയാണ്. ഒരു ടീനേജ് പ്രായത്തിൽ എല്ലാവർക്കും തോന്നും. അതൊക്കെ വളരെ നോർമലാണ്. നമുക്ക് തന്നെ കുറച്ച് മനസ്സിലാവും. നന്നായി, എത്രയോ എത്രയോ നന്നായി. നമ്മൾ എവിടേക്കോ കുഴി പോയി ചാടുന്ന ആൾക്കാരെയാണ് ഈ പിടിച്ചു വെച്ച് ഇത്ര നന്നായിട്ട് ഇപ്പം ഇരുന്ന് സംസാരിക്കുന്നത്. കാരണം ഇപ്പം എനിക്ക് എങ്ങോട്ട് വേണേൽ തന്നെ പോവാം. ഞാൻ അച്ഛന് പോവാണേ എന്നുള്ള പറച്ചിലിന് മാത്രമേ ആവശ്യമുള്ളൂ. അതും പറഞ്ഞില്ല എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് എപ്പോൾ തോന്നുന്നു, അത് എല്ലാ വീട്ടിലും അങ്ങനെയായിരിക്കും. ഇപ്പം എൻ്റെ പേരൻസിന് എപ്പോൾ തോന്നിയോ ഓക്കെ ഇവൾ പോയിട്ട് വരും, അല്ലെങ്കിൽ ഇവക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേറ്റ് എപ്പോൾ വന്നോ അപ്പോൾ തൊട്ട് ഞാൻ ഫ്രീ ആണ്. അല്ലാതെ ഈ ഫ്രീഡത്തിന്റെ പ്രശ്നം നമ്മുടെ ഏജ് വയസ്സോ ആൺകുട്ടി പെൺകുട്ടി വയസ്സോ അതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെപ്പം കറക്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു അന്നാണ് ഫ്രീഡം കിട്ടുക. അന്നാണ് നമുക്ക് കറക്റ്റ് ഫ്രീഡം കിട്ടുക. അതിന് മുന്നേ നമുക്ക് ഫ്രീഡം ഉണ്ടാവണം എന്നില്ല. നമ്മൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ അടച്ചടച്ചായിരിക്കും ഇരിക്കുന്നത്. തന്നെ പുറത്ത് പോകണം, നമുക്ക് പിന്നെ എന്തുകൊണ്ട് നമ്മളെ വിടുന്നില്ല, അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മളോട് പോവണ്ട എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റും. അപ്പം ഇന്ന കാരണം ഓക്കെ ആയാൽ എന്നെ വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിന്നെ അവർക്ക് അവിടെ വേറെ പറയാനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ വിടാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ പറയാനൊന്നുമില്ല, നമ്മളെ വിട്ടേ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരുടെയും പേരൻസും കുട്ടികളും ഒന്നും ഒരുപോലെ ആവണമെന്നില്ല. നമ്മൾ പറയുന്ന പോലെ ആയിരിക്കണം എന്നില്ല എല്ലാ വീട്ടിലെയും സാഹചര്യങ്ങളോ അതെ. പേരൻസോ ഒന്നും. അതുകൊണ്ട് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഉം. കൂടുതലാണ്. എക്സ്പെഷ്യലി നമ്മളൊരു ടീനേജ് ആ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കമ്പാരിസൺ ചെയ്യും. മേ ബി ആർ ബോഡി ഓർ സംബഡി എൽസസ് എഡ്യൂക്കേഷൻ ഓർ എനിത്തിങ്. ലൈക്ക് നമ്മൾ ചിലപ്പോൾ അവർ US പോയി പഠിച്ചു, എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയില്ല. ഉം. അല്ലെങ്കിൽ ഞാൻ എന്ത് ഈ ഡ്രസ്സ് ഇട്ടു, എനിക്കത് അവർ കുറച്ചുകൂടെ നല്ല ബെറ്റർ ഷേപ്പാണ്. അങ്ങനെ ഉം. പല കാര്യങ്ങളിലും കമ്പാരിസൺ വരും. അത് മീനാക്ഷിക്ക് ഉണ്ടായിരുന്നോ? ലൈക്ക് അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഇനി ഇതല്ലാതെ തന്നെ പാരൻസിന്റെ ഇടയിലുള്ള കമ്പാരിസൺ ഉണ്ടാവും. മേ ബി ലൈക്ക് സിബിലിങ്സ് തമ്മിൽ. ഉം. അവള് കുറച്ചുകൂടെ വാശി കുറവാ, നീ വാശി കൂടുതലാ. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നിരുന്നോ മീനാക്ഷിക്ക്? എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയാം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോഴേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഒരുപാട് പേരുടെ പ്രശ്നം കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ വീടുമായിട്ട് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ മേ ബി എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. കാരണം ആ വീട് അങ്ങനെയല്ല. ആ വീട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറേ ഇല്ല. ഇപ്പം നമ്മൾ ആൺകുട്ടികളെ പെൺകുട്ടികളെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെയില്ല. എൻ്റെ വീട്ടിൽ ഞാൻ കഴിച്ചാലും ഞാൻ തന്നെ കഴുകി വെക്കണം. എൻ്റെ അനിയൻ കഴിച്ചാലും അവൻ തന്നെ കഴുകി വെക്കണം. അപ്പോൾ ഇതെല്ലാം എല്ലാ കുട്ടികളും ചെയ്യണം. അല്ലാതെ ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി ചെറിയ പിള്ളേർക്കും അറിയത്തില്ല, എനിക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, പല ന്യൂസും കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെയൊക്കെ നമ്മുടെ സൊസൈറ്റി തന്നെയാണ് നടക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ കമ്പാരിസൺസ് ഒക്കെ ഒത്തിരിയും വരാറുണ്ട്. അത് ആക്ച്വലി നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരുന്നാൽ ഈ പ്രശ്നം നമ്മളെ എഫക്റ്റ് ചെയ്യാനേ പോകുന്നില്ല. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് ഈ വിഷയത്തെ പറ്റി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യത്തിനെ പറ്റിയും നമുക്കതിനെപ്പറ്റി ഒരു ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ പറയുന്നവരെ നമുക്ക് വെറുതെ ചിരിയാണ് വരിക. ഇപ്പം ചിരി വരിക എന്ന് വെച്ചാൽ അവരങ്ങനെ നാണം കെട്ടുപോയി അങ്ങനെയല്ല, പാവം അറിയില്ലായിരിക്കാം, അതിനെപ്പറ്റി അറിയില്ലായിരിക്കാം എന്ന് തോന്നും. അല്ലാതെ നമുക്ക് അവരോട് ഒരു വാശിയോ വിദ്വേഷമോ ഒന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് ആവാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, അയ്യോ
എന്നോട് എപ്പോഴും അമ്മമാരൊക്കെ കാണുമ്പോൾ പറയും, ഇത് ഒന്നും തിന്നാറില്ലേ ഈ കൊച്ച്, അപ്പടി മെലിഞ്ഞായിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര പാവം തോന്നും. എന്നോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ, കൊച്ചു കഴിക്കണം കേട്ടോ, ഭക്ഷണം കഴിക്കണം, അപ്പടി മെലിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സ്നേഹം മാത്രമേ ഫീൽ ചെയ്യാറുള്ളൂ. നമുക്കറിയാം നമ്മുടെ ബോഡി ടൈപ്പ് ഇതാണ്. ചിലപ്പം കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേക്കും ഞാൻ വണ്ണം വെക്കുമായിരിക്കും. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുമ്പം അവർ പറയുന്ന കാര്യം ഉണ്ടോ എന്നും കൂടെ ചിന്തിക്കണം. ഒന്നും കഴിക്കാതെയൊക്കെ ഇരിക്കുന്നെങ്കിൽ മേ ബി ഭയങ്കര ക്ഷീണമൊക്കെ വരുന്നുണ്ട്, നമ്മൾ ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കണം. അതല്ല, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നിട്ടും നമ്മളത് എഫക്ട് ചെയ്തില്ല, നമ്മൾ വണ്ണം വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല. അതപ്പോൾ നമുക്കറിയാം. നമുക്കറിയാമെങ്കിൽ പിന്നെ അവർ പറയുന്നത് നമ്മളെ എഫക്ട് ചെയ്യാനേ പോകുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് നല്ല വണ്ണമുണ്ട്, അവരതിൽ കംഫർട്ടബിൾ ആണ്, എന്റെ വണ്ണം വെക്കുന്നതുകൊണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെന്താ പ്രശ്നം, അവർ പറഞ്ഞോട്ടെ എന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്ത് കാര്യത്തിനെ പറ്റിയാണോ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് അതിനെ പറ്റി നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം കമ്പാരിസൺസിനെ കഴിഞ്ഞുപരി ഞാൻ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് ടൈം ഇത് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോഴും ഇതിനെപ്പറ്റി ഒരു ധാരണയേ ഇല്ല. ഇപ്പം ഒരു ആങ്കറിങ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, ആക്ടിങ് പോലെയല്ല. അപ്പൊ ഞാൻ ഈ ചാനലിൽ ചെന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു 6 വർഷത്തോളമായി അവിടെ. അപ്പൊ എനിക്ക് എൻ്റെ വീട് പോലെയാ. എനിക്ക് അവിടെ എല്ലാവരെയും അറിയാം, അല്ലാതെ ഞാൻ അവിടെ ആങ്കർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലൊന്നും ഇല്ല. അപ്പം ഞാൻ എന്തോ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് പോയതാണ്. പിന്നെയാണ് ഞാനിവിടെ ആങ്കർ ചെയ്യാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാനൊരു 11 വയസ്സോ 12 വയസ്സോ അത്രയെങ്ങാനും ഉള്ളൂ അവിടെ ചെല്ലുന്ന സമയത്ത്. ആ സമയത്ത് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. MG അങ്കിള് വന്നിട്ട് ചോദിച്ചു, MG അങ്കിളാണോ MJ അങ്കിളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ആരോ ക്വസ്റ്റ്യൻ ചോദിച്ചു, മീനൂട്ടാ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നീ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാം. ഞാനന്ന് ഭയങ്കര കുസൃതി ചോദ്യം ചോദിക്കുന്ന ആളാണ്. അപ്പം എന്നോട് ചോദിച്ചു, 1 കിലോ പഞ്ഞിക്കാണോ 1 കിലോ ഇരുമ്പിനാണോ വെയിറ്റ് കൂടുതൽ? ഞാൻ നിസ്സംശയം പറഞ്ഞു 1 കിലോ ഇരുമ്പിനാണ് വെയിറ്റ് കൂടുതൽ. അപ്പൊ അവര് ആദ്യമൊക്കെ കുറെ കളിയാക്കി, പിന്നെ അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. അല്ല മീനൂട്ടി, ഒരു വെയിറ്റ് അല്ലേ, ഇരുമ്പിനും പഞ്ഞിക്കും എനിക്കും ഒരു ഒരേ weight. വെയിറ്റ് അല്ലേ, 1 കിലോ എന്നല്ലേ അവിടെ പറയുന്നത്, അപ്പൊ ഒരേ വെയിറ്റ് അല്ലേ? ഞാൻ നിന്ന് തർക്കിക്കുകയാണ്. അല്ല, ഇരുമ്പിന് ഒരാള് 1 കിലോ പഞ്ഞി എടുത്ത് അങ്കിളുടെ മുഖത്തിട്ട് ഒറ്റയടി അടിച്ചു, 1 കിലോ ഇരുമ്പെടുത്തടിച്ചു, എന്തിനാണ് വെയിറ്റ് കൂടുതൽ? എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തർക്കിക്കുകയാണ്. അങ്ങനെ തർക്കിച്ച് ആ എപ്പിസോഡ് ടെലികാസ്റ്റ് പോയി. എനിക്ക് എന്നിട്ടും പ്രശ്നം നിൽക്കുന്നില്ല. അതൊരു കുസൃതിയല്ല, അത് എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുക. അതെങ്ങനെ ശരിയാവും? രണ്ടും കൂടെ നമ്മളെടുത്ത് ഈ പറയുന്ന പോലെ തന്നെ ഒരാളെ അടിച്ചാൽ മറ്റേ പഞ്ഞിക്ക് അടിച്ച ആൾക്കൊന്നും പറ്റാൻ പോകുന്നത് മറ്റേ ആളെ തട്ടിപ്പോവും എന്നാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം അത് എപ്പിസോഡ് ടെലികാസ്റ്റ് പോയി 2 കൈൻഡ് ഓഫ് ഓഡിയൻസ് ആവുന്നത്. ആദ്യത്തെ ഓഡിയൻസ് ആണ്, അയ്യോ എന്നെ ക്യൂട്ടാ കൊച്ച്, മീനൂട്ടി നല്ല രസമുണ്ട്, അതൊരു പാവം കൊച്ച്, അതിനൊന്നും അറിയത്തില്ല, അതിനെപ്പറ്റി അറിയത്തില്ല, അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, അതിന് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. വേറൊരു ഭാഗം ഓഡിയൻസ്, ഇതാണ് പ്രശ്നം, പഠിക്കേണ്ട സമയത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തിയാൽ ഇങ്ങനെ ഇരിക്കും, കൊച്ചിന് വെയിറ്റ് പോലും അറിയത്തില്ല. ഇങ്ങനെ 2 തരം ഓഡിയൻസ് വന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് 11 12 കൂടി പോയാൽ 13 വയസ്സ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയേ ഇല്ല. അങ്ങനെ ഒരു പ്രായമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല. ഈ വിഷയത്തെ പറ്റി സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പം എനിക്കിതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഓഡിയൻസ് വന്നു. എവിടെ ചെന്നാലും പിന്നെ ഇതായി ക്വസ്റ്റ്യൻ, മീനാക്ഷി ഇപ്പോഴും ഉണ്ടാ ക്വസ്റ്റ്യൻ, 1 കിലോ പഞ്ചിക്കാണോ 1 കിലോ ഇരുമ്പിനാണോ വെയിറ്റ് കൂടുതൽ? അതന്ന് ഒരു 13 വയസ്സുള്ള കൊച്ചിന്റെ ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടാണ് എല്ലാവരും കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി, അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായി, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതെന്തുകൊണ്ടായിരിക്കും ആ മേഖല നമുക്ക് അറിയാത്തത്, നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. അപ്പം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായി, രണ്ടിനെയും മാസാണ് ഡിഫറൻസ്, വെയിറ്റ് അല്ല. രണ്ടും ഈ പറഞ്ഞ അടി കിട്ടിയാൽ അത് വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഈ വ്യത്യാസങ്ങൾ കൊണ്ടാണ്, അല്ലാതെ വെയിറ്റ് കൊണ്ടല്ല. അപ്പം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം ഇന്നൊരാൾ വന്ന് നമ്മളടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കത് കാര്യകാരണം ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം അതൊരാളുടെ പ്രൊഫഷനെ തടയുക എന്നതല്ല, അതിന്റെ കൂടെ ആ കുട്ടിയെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാം എന്ന് എൻ്റെ അച്ഛനും അമ്മയും ചിന്തിച്ചു. അതൊരു ഡിഫറെന്റ് തീരുമാനമല്ലായിരുന്നു. അവർക്ക് വേണേൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓഡിയൻസിനെ സൈഡ് പറ്റി നിൽക്കാമായിരുന്നു. അവർക്ക് വേണേൽ ആദ്യം പറഞ്ഞ ഓഡിയൻസ് അതൊരു അവൾ അവൾക്ക് അതൊന്നും അറിയത്തില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് വിചാരിക്കായിരുന്നു, കൊച്ചിന് നമ്മൾ കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് സ്കൂളിൽ വിടണം, പരിപാടിക്ക് വിടുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ ഇവിടെ നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിടണം എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ഡിസിഷൻ എടുത്തു, വേണ്ട, ഇതിൻ്റെ കൂടെ കുട്ടിയെ എങ്ങനെ ഒരുമിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാം, അവൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവൾക്ക് ഒരു സ്കില്ലുണ്ട്, അത് മേ ബി എല്ലാവർക്കും കിട്ടുന്നതായിരിക്കത്തില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും ഈ സ്കില്ല് ഉണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയെന്ന് വരത്തില്ല. ഇതിപ്പോൾ എല്ലാം കൂടെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ അവിടുന്ന് മാറ്റി ഒരു എഡ്യൂക്കേഷൻ ലെവലിലേക്ക് പോകുന്നതിനെ കഴിഞ്ഞ് നല്ലത് നമ്മൾ അവൾക്ക് ഇതിൻ്റെ കൂടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. അങ്ങനെ ആ വഴിക്ക് മുന്നേക്ക് പോയി. അതൊക്കെ ഒരു തരത്തിലുള്ള കമ്പാരിസൺ ആണ്. മറ്റേ കൊച്ചിനെ കണ്ടില്ല, ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇപ്പം ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് നിൽക്കുന്നു, ഇപ്പം ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് വലിയൊരു കമ്പാരിസൺ തന്നെയാണ് ആ സമയത്ത്. അപ്പം നമ്മൾ അവിടെ എന്ത് ഡിസിഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും അതിൽ വലിയൊരു പോയിന്റ് ആണ്. ആ പ്രായത്തിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നൊക്കെ ഉള്ളത്
വലിയൊരു പോയിന്റ്. അല്ലാതെ നമ്മൾ ഈ കമ്പാരിസനെ മാത്രം വിചാരിച്ച് നമ്മൾ മൂഡ് ഓഫ് ആവാൻ നിന്ന് അത് നമ്മൾ എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടാണ്. അതെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് ആയ എല്ലാം ഓക്കെയാണ്. ഓക്കെയാണ്. ഇപ്പൊ ഈ കമ്പാരിസണിൽ തന്നെ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചു. അതായത് ഇപ്പം എന്റെ കാലഘട്ടത്തിലൊക്കെ ഇപ്പം നമുക്ക് വല്ല ഫ്രണ്ട്സും ഉം. കാര്യങ്ങളൊക്കെ ഇപ്പൊ വീട്ടിൽ വരുവാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു 2 പേരൊക്കെ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഉം. മേ ബി അവർ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് മീൻസ് എന്താ പറയാ ഉം. കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ടായിരിക്കും ഉം. ആൾക്കാരുടെ ഇടയിൽ. ഉം. കുറച്ചുകൂടെ ഒരു എന്താ പറയാ എക്സ്ട്രോവേർട്ടഡ് പീപ്പിൾ ഉം. ആയിരിക്കാം. ഉം. എന്താണ് അവരെന്ന് ചിന്തിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ആ. പക്ഷെ അവരായിരിക്കും എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്. ആ. പക്ഷെ എന്റെ അമ്മയും അച്ഛനും പറയും അവരോട് സംസാരിക്കരുത്, ഇത് ചെയ്യരുത്, പുറത്തു വരരുത്, കറങ്ങരുത് എന്നൊക്കെ പറയും. ഉം. സംടൈംസ് ഞാൻ കുറച്ച് പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അതായത് അവര് നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റുന്ന ആൾക്കാരല്ല, ഉം. അങ്ങനെയും പറയുന്ന പാരന്റ്സ് കണ്ടിട്ടുണ്ട്. അതായത് ഉം. ഒരു ചെറുപ്പത്തിൽ തന്നെ വി ഹാവ് ടു ലൈക്ക് പ്ലേസ് പീപ്പിൾ ലൈക്ക് ഇവരൊക്കെയാണ്, അവരൊക്കെ അല്ല. അതായത് ഒരു പെർസ്പെക്റ്റീവിൽ മേ ബി അത് ഗുഡ് ആയിരിക്കാം. പക്ഷെ ഈ നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ പേരിലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂസ് ചെയ്ത് ആൾക്കാരെ മാറ്റി നിർത്താനൊക്കെ പ്രേരിപ്പിക്കുന്ന പാരന്റ്സോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം അതില് പോകുന്ന കുട്ടികളോടോ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഈസ് ഇറ്റ് ഗുഡ് ടു ബി ഒരിക്കലും അല്ല. അതിപ്പോ കേൾക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും അത് ഒരു തരത്തിലും അതിന്റെ ഒരു ഗുഡ് ഫാക്ടർ നമുക്ക് എടുക്കാനില്ല. ഇന്ന കാര്യത്തിൽ അത് ഗുഡാണ് എന്ന് പറയാനൊരു ഗുഡ് എന്നുള്ള വേർഡേ അവിടെ വരുന്നില്ല. അതെ. അപ്പോ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതിനെ പറ്റി പലർക്കും പല കാര്യങ്ങളായിരിക്കാം. പക്ഷെ എല്ലാ പണ്ടത്തെ പേരൻസും അങ്ങനെ ആയിരിക്കത്തുമില്ല. വളരെ ചിന്തിക്കുന്ന, എല്ലാത്തിനെ പറ്റിയും അറിവുള്ള, അല്ലെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയ്ക്കുണ്ട്. ഒരുപാട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ കാണരുത്. അതൊരു ജനറലൈസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം നമ്മൾ പറയത്തില്ലേ അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ആ ഒരു എക്സാമ്പിൾ ഓർമ്മ വരുന്നത്. ഇപ്പം നമ്മളൊരു 120 വയസ്സുള്ള അല്ലെങ്കിൽ 101 വയസ്സുള്ള ഒരു അമ്മമ്മ, എൻ്റെ വീട്ടിലെ അമ്മമ്മയ്ക്ക് അച്ഛച്ചൻ്റെ അമ്മയാണ് കേട്ടോ, 101 വയസ്സുണ്ട്. അപ്പൊ 101 വയസ്സുള്ള അമ്മമ്മയെ കണ്ട പൊതുവെ എല്ലാവരും പറയാൻ ചാൻസ്, അയ്യോ പണ്ടത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ പണ്ടത്തെ കാലം കണ്ടില്ലേ, അപ്പോഴത്തെ ആ ഒരു ആരോഗ്യമാണ് അവർക്ക് എന്ന് നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യം എങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നമ്മളൊരു വലിയ ബിൽഡിംഗ് കാണുന്നു, 100 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ്, പണ്ടത്തെ അവർ ആർക്കിടെക്ചർ കണ്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. എല്ലാത്തിനും പണ്ടത്തെ കാര്യത്തിന് ഒരു മേന്മ കൂടുതൽ നമ്മൾ ചിന്തിക്കാറുണ്ട് എപ്പോഴും. പക്ഷെ അതൊരു സർവൈവൽ ബയാസ് ആണ്. എന്തിനാണോ പണ്ടത്തെ കാലത്ത് നിന്ന് സർവൈവ് ചെയ്ത് വന്ന ഒരു സാധനത്തിനെ മാത്രമേ നമ്മൾ ജഡ്ജ് ചെയ്യുന്നുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എൻ്റെ അമ്മൂമ്മയുടെ അനിയന്മാരോ അനിയത്തിമാരോ അല്ലെ കൂടെ ജനിച്ചവരോ ഇപ്പൊ ജീവിച്ചിരിക്കാത്തത്? അവരൊന്നും സർവൈവ് ചെയ്ത് വന്നില്ല. സർവൈവ് ചെയ്ത് വന്ന ആളെ മാത്രമാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അല്ലാത്ത ആൾക്കാരൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഞങ്ങളുടെ കുട്ടികളോട് പണ്ടേ ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം രംഗത്ത് വരുന്നില്ല. അങ്ങനെ വന്ന ആൾക്കാർ മാത്രമേ വന്ന് പറയുന്നുള്ളൂ, എൻ്റെ അച്ഛനും അമ്മയും പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. അത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, അത് അവരെന്തിനാണ് അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ അത് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാത്ത, ഇങ്ങനെയല്ലാത്ത ഒരുപാട് ആൾക്കാരും പണ്ടുണ്ടായിരുന്നു. അതപ്പം ആ സമയത്തെ അറിവില്ലായ്മയുടെ പ്രശ്നമൊന്നും അല്ല. മേ ബി എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം. പക്ഷെ നമുക്കതുകൊണ്ട് എന്ത് പറ്റി? നമുക്ക് ഇന്ന് അറിയാം അത് തെറ്റായിരുന്നു. നമ്മൾ അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു വൈബ് കണക്ഷൻ ആണ്. നമ്മളെങ്ങനെ നമ്മുടെ ചിന്താഗതിയോട് അവർ യോജിച്ചു പോരുന്നു എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഫാക്ട്. ഇപ്പം എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും എന്നെ പോലെ ആയിരിക്കണം എന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് ആരും എന്നെ പോലെയല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് സർക്കിളുണ്ട്. അതിലാരും എന്നെ പോലെയല്ല. എന്നെ പോലെ അല്ല എന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്ന രീതിയിലേ അല്ല അവർ ചിന്തിക്കുന്നത്. എൻ്റെ ശരികളായിരിക്കണം എന്നില്ല. അവരുടെ ശരി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവർക്ക് എന്താ പറയുന്നത്, അത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും ചിന്താഗതിയുടെ കാര്യത്തിലായാലും ഈവൻ മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ ഒരാളുടെ ചിന്താഗതി ഡിഫറെൻ്റ് ആവാം. അപ്പോൾ എല്ലാവരും ഒരുപോലെയല്ല. പക്ഷെ നമ്മൾ ഒരാളെ ഇത് പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴാണ് പ്രശ്നം. അതായിരിക്കും മേ ബി പണ്ടത്തെ ആൾക്കാർ ചെയ്തു എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു കുറ്റമായിട്ട് തോന്നുന്നത്. പറയാനുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് എൻ്റെ പുറത്ത് കാണുന്ന എല്ലാ ആൾക്കാരെയും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ അനിയനോട് പറയാണ്, നീ അവരോട് അധികം കൂട്ടുകൂടണ്ട കേട്ടോ എന്ന് പറയാനുള്ള റൈറ്റ്സ് എനിക്കില്ല. അത് അവർ തന്നെ കണ്ടുപിടിക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമ്മൾ ഇവരുടെ കൂടെ കൂടിയാൽ നല്ലതല്ലേ എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിർത്താം. പക്ഷെ നമ്മളത് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിക്കേണ്ട
ആവശ്യമില്ല. അങ്ങനെ നമ്മളെ നിർബന്ധിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അവരിന്ന എന്താ പറയാ കാസ്റ്റിലുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ അവരോട് കൂട്ടുകൂടരുത്. അവർക്ക് പിന്നെ സ്വന്തമായിട്ടൊന്ന് വിചാരിച്ചോട്ടെ, നമ്മൾ കൂടണ്ട, ഓക്കെ കൂടണ്ട. പക്ഷെ നമ്മളോട് പറയാൻ പാടില്ല ഇന്ന ആൾക്കാരോട് മിണ്ടരുത് ചെയ്യരുത് എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അങ്ങനത്തെ ആൾക്കാര് ഉണ്ടായിരിക്കാം, പക്ഷെ വളരെ കുറവാണ്. അതൊരു സക്സസ് തന്നെയല്ലേ. അതെ പണ്ട് ഒരുപാട് കൂടുതലായിരുന്നു, ഇപ്പൊ അത് വളരെ കുറവാണ്. അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല. പണ്ടത്തെ ഒരു സർവൈവലിന് വേണ്ടി നിലനിന്നിരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പൊ അതിന്റെ ആവശ്യമേ ഇല്ല. കാലം ഒരുപാട് മുന്നോട്ട് പോയി, നമുക്ക് അതിന്റെ ആവശ്യമേ വരുന്നില്ല. എവിടെയും നമ്മളോട് ചോദിക്കുന്നില്ല. എവിടെ ചെന്നാലും നമ്മളൊരു ജോലിക്ക് ചെന്നാൽ നമ്മളടുത്ത് ചോദിക്കുന്നേ ഇല്ല നമ്മുടെ കാസ്റ്റ് ഏതാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കളർ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സാധനമല്ല, എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ്. എങ്ങനെ ഇരുന്നാലും വിഷയമുള്ള കേസല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങിയ അത്രേ വ്യത്യാസമുള്ളൂ. ഇന്നത് ഓക്കെ വളരെ കുറയുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള ഒരു സന്തോഷമാണ്. കാര്യമാണ്. ഇപ്പൊ കമ്മിങ് ടു ഫ്രണ്ട്ഷിപ്പ്, നമ്മളിപ്പോ ബോയ്സ് പലപ്പോഴും പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഫോർ ലൈഫ് ടൈം. നിങ്ങൾ ഗേൾസിന്റെ ഫ്രണ്ട്ഷിപ്പ് പോലെയല്ല ഞങ്ങളുടെ ബോയ്സിന്റെ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ പറഞ്ഞ ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? ഐ വാസ് ലൈക്ക് വൈ, എന്താണ് അതിന്റെ വ്യത്യാസം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചുകൂടെ ബോയ്സ് ആണ് കൂടുതലും ഫ്രണ്ട്സ് ഉള്ളത്. ആൻഡ് ഫസ്റ്റ് ചോദിച്ച ആ സ്റ്റേറ്റ്മെന്റിനോട് എന്തെങ്കിലും കാര്യങ്ങൾ വ്യത്യാസമുണ്ടോ? ലൈക്ക് അങ്ങനെയൊന്നും അല്ല, എങ്ങനെ? ഗേൾസ് ഫ്രണ്ട്സ് നല്ല ഇതാണെന്ന്. ഒരു വ്യത്യാസമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. കാരണം അത് ഓരോ ക്യാരക്ടറാണ്. ബോയ്സ് ഗേൾസ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പം ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഇതേ ആർഗ്യുമെന്റ് ഇതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിബേറ്റ് ചിലപ്പം ഗേൾസിന്റെ അടുത്ത് കാണുമായിരിക്കാം. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ കൂടുതൽ. അപ്പം അതൊക്കെ ഓരോ ആൾക്കാരെ ബേസ് ചെയ്താണ്. ഇപ്പം എനിക്ക് ചിലപ്പം ഒരു ലോങ് ടേം ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാനായിരിക്കും ഇഷ്ടം. വേറൊരാൾക്ക് ചിലപ്പം ഒരു ഷോർട്ട് ടേം ഫ്രണ്ട്ഷിപ്പിനോടായിരിക്കും താല്പര്യം. ഇപ്പൊ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക, എങ്ങോട്ട് പോകുന്നു പോക്കോ, അത്രേ ഉള്ളായിരിക്കാം. അതൊക്കെ ഓരോ ആൾക്കാരുടെ ക്യാരക്ടറിന്റെ ഡിഫറൻസ് ആയിരിക്കാം. പക്ഷേ ഞാനിത് മുന്നേയും ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോയ് ഗേൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പെൺകുട്ടികളുടെ അടുത്ത് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ആൺകുട്ടികളുടെ അടുത്ത് കൂട്ടുകൂടരുത്, അവൻ അങ്ങനെയല്ല, അവൻ അങ്ങനെയല്ല, അവൻ പെൺകുട്ടികളെ നോക്കുന്നത് ശരിയല്ല, അവൻ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ആൺകുട്ടികൾ പെൺകുട്ടികളെ എത്രയായാലും ഒരു ലെവൽ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പോഴും എവിടേക്കൊക്കെയോ കേൾക്കാറുണ്ട്, ഒരുപാട് കേൾക്കാറില്ല. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫ്രണ്ട്സ് ആയി മാത്രം തുടരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ആക്ച്വലി മണ്ടത്തരമാണ്. ഇപ്പം മേ ബി ഒരു ആൺകുട്ടിക്ക് കൃത്യമായ ഒരു പെൺകുട്ടിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് തുടക്കത്തിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ലോജിക്ക് കാണാം. മേ ബി പുള്ളിക്കാരനൊരു സിസ്റ്റർ ഇല്ലായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൺകുട്ടികൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പെൺകുട്ടികളോട് മിണ്ടാൻ ഒരു ഇന്റർഫറൻസ് കാണത്തില്ല. എങ്ങനെ വേണേ മിണ്ടാം, ആ എടി എന്നാ ഉണ്ട്, അങ്ങനെ വന്ന് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും. അല്ലാത്ത ആൾക്കാർക്ക് ഒരു പരിചയമില്ല, അവരുടെ അമ്മ അതിനെ കഴിഞ്ഞ് ഉപരി ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന രീതി അവർക്കത് ഭയങ്കര ചമ്മലായിരിക്കും. എങ്ങനെ ഞാനൊരു പെൺകുട്ടിയോട് ചെന്ന് അങ്ങോട്ട് മിണ്ടുന്നേ എന്നുള്ളത് ഭയങ്കര ഒരു പിടുത്തമുള്ള കാര്യമാണത്. പക്ഷെ അവരോട് ചെന്ന് വളരെ നന്നായിട്ട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ എടാ അത് അങ്ങനെയല്ല, അങ്ങനെ പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മോശമായ രീതി ഒരു ചെറുക്കൻ കൊച്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ നമ്മളത് പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഈ ആൺപിള്ളേരാരും വിചിത്ര ജീവികളൊന്നും അല്ല, അവര് വളരെ നല്ല മനുഷ്യരാണ്. പെൺകുട്ടികളെ പോലെ തന്നെ എല്ലാ ഫ്രീഡവും ഉള്ള, എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും ആഗ്രഹിക്കുന്ന, മനുഷ്യത്വമുള്ള നല്ല ആൾക്കാർ തന്നെയാണ് അവരും. അല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം, ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. എല്ലാ ആൺകുട്ടികളും മോശക്കാരല്ല. അവര് വളരെ സ്നേഹവും കെയറിങ്ങും ഒക്കെ തരാനും കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിപ്പം ആസ് എ ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ അങ്ങനെയും ആവാം, അല്ലെങ്കിൽ നമ്മളൊരു നല്ല ഫ്രണ്ടായിട്ടിരുന്നാലും മതി. അത് ആൺകുട്ടികൾ ഒരിക്കലും എല്ലാ ഫ്രണ്ട്ഷിപ്പും മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. ചിലപ്പം എന്തെങ്കിലും അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ആദ്യം ക്ലിയർ ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. വേറൊരു പെൺകുട്ടിയെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടാൽ നമ്മൾ പറയാം, എടാ അത് വേണ്ട കേട്ടോ, അത് മോശമായി, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെയും അവനത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അവൻ മോശം. ആദ്യം പറഞ്ഞ് പിന്നെ അവനത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ വളരെ നല്ലൊരു ചെറുക്കനല്ലേ, വളരെ നല്ലൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പെൺപിള്ളേരുടെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചിലപ്പം പലർക്കും പലതുപോലെയാണ്. പെൺകുട്ടികളോട് മാത്രം സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. പെൺകുട്ടികളും വളരെ അങ്ങനെ ആൺകുട്ടി ഫ്രണ്ടായിരിക്കുക പെൺകുട്ടി ഫ്രണ്ടായിരിക്കുക എന്നുള്ളതില്ല. നമുക്ക് അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ അവരോട് കൂട്ടുകൂടുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവർ ആൺകുട്ടി ആയതുകൊണ്ടല്ല നമ്മൾ അവരോട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ റീസെന്റ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ദൈവരുടെ റിലേഷൻഷിപ്പ്, അപ്പോൾ അവര് ബ്രേക്കപ്പിന്റെ ആ സമയം, ആ ടൈമിൽ എൻ്റെ അടുത്ത് പറയാം, ഐ നോ എന്റെ ഭാഗത്തുനിന്ന് ആ ചെറുക്കൻ പറയേണ്ട അടുത്ത് എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ വളർന്നു വന്ന രീതി അങ്ങനെയാണ്, പക്ഷെ എനിക്കൊന്ന്
കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താനും റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്ത് ഓക്കെ അവർക്ക് എല്ലാം അറിയണം. ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഗേൾസിന് മൂഡ് സ്വിങ്സ് ഉണ്ട്, അത് അവർക്ക് അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഗേൾസിനോട് ഇങ്ങനെ സംസാരിക്കരുത്, അത് അവർക്ക് അറിഞ്ഞേ പറ്റൂ. ഇത് ചില ആൾക്കാർ വളർന്നു വന്ന ഒരു സാഹചര്യമേ ഡിഫറെന്റ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോ ഇതൊരു പുതിയ കാര്യമായിരിക്കാം. അപ്പൊ നമ്മൾ നൈസായിട്ട് പറഞ്ഞു. അത് ആൺകുട്ടികൾക്കും ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നം. എനിക്കും ഇഷ്ടംപോലെ ആൺപിള്ളേരെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇവർക്ക് ചിലപ്പം ഇവർക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ ഇവരത് പെട്ടെന്ന് പുറത്ത് കാണിക്കണമെന്നില്ല. അവർക്കും ചിന്തിക്കാം എന്തുകൊണ്ട് ഈ കൊച്ചത് മനസ്സിലാക്കാത്തത്, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് അവർക്കും വേണമെങ്കിൽ വിചാരിക്കാം. അത് രണ്ടു കൂട്ടർക്കും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഈ പറയുന്ന പോലെ അത് നമ്മുടെ ഭാഗത്തെ പ്രശ്നമാണ്, ഞാൻ വേണമെങ്കിൽ അത് മാറ്റാം എന്ന് പറഞ്ഞ് തയ്യാറായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെയും ഫ്ലെക്സിബിൾ ആണ്, നമുക്കത് എങ്ങനെയും മാറ്റാൻ പറ്റും. അതേസമയം ഇല്ല, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റില്ല എന്ന് പറയുന്ന മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതേസമയം എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, നമുക്ക് നോക്കാം, ഞാൻ മാറിക്കോളാം എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, പിന്നെ നമുക്കത് അവിടെ ഒരു ചാൻസ് ഉണ്ട്, നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്ന കാര്യം എനിക്ക് ഹേർട്ട് ചെയ്തു, അല്ലെങ്കിൽ എനിക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് പറയാലോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞാലും മൂഡ് സ്വിങ്സിന്റെ കാര്യമാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ട് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയും എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്. അപ്പൊ അച്ഛൻ അത് ആദ്യം മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ കല്യാണം കഴിച്ച് അച്ഛൻ്റെ ഒരു പെങ്കൊച്ചുണ്ട്, ഇതിന്റെ അച്ഛൻ അറിയത്തില്ല എന്റെ മൂഡ് സ്വിങ്സ് ഉണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഇത് ഉണ്ടായിട്ടുണ്ടാവും, എടി നിന്റെ അമ്മ ഇത് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അതൊരു കുഴപ്പം തന്നെയാ. ഇപ്പൊ ഞാൻ വിളിച്ചിരുത്തി പറയും എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്. എന്റെ മൂഡ് സ്വിങ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്തോ അല്ലെങ്കിലോ അതിന് മുന്നോ ഒക്കെ എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇരിപ്പിൽ എനിക്ക് കരച്ചിൽ വരും. അതെനിക്ക് അച്ഛയോടുള്ള ദേഷ്യം കൊണ്ടാവണം എന്നില്ല. അതുപോലെ തന്നെയാണ് ആൺകുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും, എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാവണം എന്നില്ല, എനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും. പക്ഷേ ആ സമയത്ത് നമ്മളെ എടി കുഴപ്പമില്ല നീ ഓക്കെ ആയിക്കോളും എന്ന് പറയുന്ന ഒരു ആൺകൊച്ചുണ്ടെങ്കിൽ അവരായിരിക്കും നമ്മുടെ എല്ലാം, നമ്മുടെ ഭയങ്കര ഫ്രണ്ട് ആയിരിക്കും. അതിപ്പോൾ ഏത് തരത്തിലും നമുക്ക് ചിന്തിക്കാം. അച്ഛൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നമുക്ക് അവരായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മുടെ കാര്യങ്ങൾ അവർക്കറിയാത്തൊരു കാര്യം അവർ മനസ്സിലാക്കി, അത് വലിയൊരു കാര്യമില്ല. അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയേ ഇല്ല, എന്താണ് മൂഡ് സ്വിങ്സ് എന്നോ ഒന്നും ഒരു ധാരണയില്ലാത്ത ആൾക്കാരാ അവർ. നമുക്ക് വേണ്ടി നമ്മൾ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയോടുള്ള ഇഷ്ടം കൊണ്ട് അവരത് മനസ്സിലാക്കി. ഓക്കെ, ഈ കുട്ടീനെ കംഫോർട്ടബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കണം, അതുകൊണ്ട് അവരത് മനസ്സിലാക്കുന്നു, കുഴപ്പമില്ല കേട്ടോ കൂടെയുണ്ട് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അത് അവര് പെൺകുട്ടികളാണെങ്കിൽ നമുക്കിത് അറിയാം, വേറൊരു പെൺകുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷെ ആൺകുട്ടികൾക്ക് ഇത് അറിയില്ല, അവർ നമുക്ക് വേണ്ടി ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളത്, അതാണ് അവർ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും വലിയ എഫേർട്ട്. അവർ നമുക്ക് വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പം ജസ്റ്റ് വോണ്ട് ടു നോ, അതായത് ഇപ്പം എന്താ മീനാക്ഷിയുടെ ലൈക്ക് മേ ബി ലൈഫിൽ ഇനി ഒരു പാർട്ട്ണർ വരികയാണെങ്കിൽ, ഇതൊന്നും ഇപ്പൊ ചോദിക്കാനുള്ള പ്രായമായിട്ടില്ല അതെനിക്കറിയാം, ബട്ട് സ്റ്റിൽ വാട്ട്സ് യുവർ പ്രിഫറൻസസ്? ഇത് പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, അങ്ങനെ കുറെ ലൈക്ക് ഞാൻ കുറെ പിള്ളേരുടെ ആക്ച്വലി ഞാനിപ്പോ സംസാരിച്ചിട്ടുണ്ട് ഹൈറ്റ് വേണം. സത്യമായിട്ട് ഞാൻ ഏതൊക്കെയോ ഒരു മീൻസ് കോണ്ടന്റ്സ് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഹൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമായത്, മസിൽ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമായത്. ഐ വാസ് ലൈക്ക് നോ, ദിസ് ഈസ് നോട്ട് ഹൗ സപ്പോസ് ടു ബി. പക്ഷെ അത് അവരുടെ തെറ്റല്ല, അവര് അതിനനുസരിച്ച് അവരുടെ ചിന്താഗതി അതാണ്. അതുണ്ടെങ്കിൽ മേ ബി അവർ ഹാപ്പി ആയിരിക്കാം, നമുക്ക് അതുകൊണ്ട് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മേ ബി അവരുടെ വളരെ പേഴ്സണലായിട്ട് പോയി പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു മീഡിയയിൽ വന്നിരുത്തി നമ്മൾ അവരെ പറഞ്ഞ് അയ്യേ കുച്ചണ്ണി പറയുന്ന എന്ന് ചോദിക്കുന്നതിനൊക്കെ അത് അവർക്ക് ഒരു ഭയങ്കര ഇൻസൾട്ട് ആയിരിക്കും. നമ്മളല്ലാതെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അവരെ അടുത്ത് നമുക്ക് പേഴ്സണലി പറയാമല്ലോ, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? ലൈക്ക് നമുക്കൊരു പാർട്ട്ണർ എന്നുള്ളതിനെ പറ്റി ഞാൻ ഇപ്പോഴും അന്നും ഇന്നും എന്നും ചിന്തിക്കുന്ന കാര്യം, ഇപ്പോഴേ നമ്മൾ ഇപ്പൊ എനിക്ക് 19 വയസ്സായിട്ടുള്ളൂ, നമ്മൾ കല്യാണത്തിനെ പറ്റിയോ കുടുംബജീവിതത്തിനെ പറ്റിയോ അങ്ങനെയൊന്നും ഒരുപാട് ബോധോടായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം കാണും, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എൻ്റെ അച്ഛയമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് വേണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാനിപ്പം എനിക്കൊരു ആരെങ്കിലും എനിക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതൊരു എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് കാണാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഇപ്പോഴേ ഞാൻ നിങ്ങൾ എൻ്റെ ബോയ് ഫ്രണ്ട് ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ നീങ്ങരുത്, അങ്ങനെ
അങ്ങനെയൊന്നും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഞാനും അടുത്ത കൂട്ടുകാരി ആയിരിക്കണം. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാനായിരിക്കണം അടുത്ത കൂട്ടുകാരി. ഫ്രണ്ട്ഷിപ്പ് മാറ്റേഴ്സ്. അതെ, അതെനിക്ക് ആഗ്രഹമുണ്ട്. ഇത് എന്നും മുന്നോട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്നും എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റുന്ന, നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു, കയ്യിൽ പൈസയുണ്ടോ, ഹൈറ്റ് ഉണ്ടോ, വെയിറ്റ് ഉണ്ടോ, മസിലുണ്ടോ, ഒന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇനിയിപ്പം നമ്മളെ എങ്ങനെ നമ്മളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ആവശ്യം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമുക്ക് പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം. നമുക്കത് ചെന്ന് പറയാൻ പറ്റണം. എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റണം. എല്ലാം അങ്ങോട്ടും മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവണം. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതെ, ബേസിക്കലി ഡോണ്ട് റഷ് ഇൻ ടു എനിത്തിങ്. ലൈക്ക് നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ടീനേജ് പ്രായത്തിൽ നമ്മൾ പറയില്ലേ, ഓക്കെ സിനിമയിൽ ഇങ്ങനെ നടക്കേണ്ടത്, അതിൽ എടുക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് വി വോണ്ട് ദിസ് ലൈക്ക് ഡോണ്ട് റഷ് ഇൻ ടു എനിത്തിങ്. ലൈക്ക് ടേക്ക് ഇറ്റ് സ്ലോ, ലൈക്ക് ഇറ്റ് ടേക്ക് ടൈം എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ നമ്മൾ കുറച്ച് സമയമൊക്കെ എടുത്ത് അങ്ങ് ചെന്നാൽ മതി. അത് മാത്രല്ല, ഇപ്പം സിനിമ കാണുന്നതായാലും അതൊക്കെ മേ ബി അതൊക്കെ സിനിമയിൽ ഒരു റൊമാൻസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ലോകത്തില്ലാത്ത സാധനം കാണിക്കാൻ പറ്റില്ലല്ലോ. അതെല്ലാ മനുഷ്യരുടെ ഇടയിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ നമ്മള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റൊമാൻറ്റിക് സീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത് എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അത് നമ്മുടെ ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമായിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളുടെ അടുത്ത് മനസ്സുകൊണ്ട് വളരെ അടുത്തിരിക്കുന്ന സമയമായിരിക്കാം. അതൊക്കെ വളരെ റൊമാൻറ്റിസൈസ് ചെയ്ത് കാണുന്ന സമയങ്ങളാണ്. അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതൊക്കെ വേണം തോന്നുന്ന ഒരു തെറ്റൊന്നുമല്ല. അതൊക്കെ നമുക്ക് യൂഷ്വലി നമുക്ക് ഒരാളുടെ അടുത്ത് ഭയങ്കര അടുപ്പമുണ്ട്, മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമുണ്ട്, അയ്യോ നല്ല രസം എന്ന് നമുക്ക് മനസ്സുകൊണ്ടൊരു ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തന്നെ വരുന്നൊരു കാര്യമാണ്. കാരണം അങ്ങനെ വരാതിരിക്കാൻ വഴിയില്ല. കാരണം നമ്മുടെ ഹോർമോണൽ അറേഞ്ച്മെന്റ് ഒക്കെ അതനുസരിച്ചാണ്. നമുക്കൊരു പറയുന്ന ടീനേജ് പ്രായത്തിലാണ് നമുക്ക് ഈ PEA പോലുള്ള ഹോർമോൺസിന്റെ റേഞ്ച് ഒക്കെ നിൽക്കുന്ന സമയം. അപ്പം നമുക്ക് ഉറപ്പായിട്ട് ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവിടെ മറ്റൊരാൾക്ക് അത് റൊമാൻസ് ആയിട്ട് തോന്നണം എന്നില്ല. പക്ഷെ നമുക്കത് ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തായിരിക്കും നമ്മളതിനെ കാണുന്നത്. നമുക്കൊരു ഗ്ലാസ് ചായ മേടിച്ചു തന്നു, നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും, അയ്യോ. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ഒരു ചായ മേടിച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളായിരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വലിയ കാര്യം ആയിരിക്കണം എന്നില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചില്ലേ, ലൈക്ക് വൺ സീരിയസ് നോട്ട് ഐ വോണ്ട് ടു ആസ്ക് അബൌട്ട് ഇപ്പം സെക്ഷുവാലിറ്റീനെ പറ്റിയിട്ട്. ഇപ്പം ഈ ടീനേജ് പ്രായത്തിൽ ഒരുപാട് പേര് മേ ബി അറിഞ്ഞു വരുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ സെക്ഷുവാലിറ്റി. ചിലപ്പോൾ അത് പാരൻസിനോട് പറയാൻ ബുദ്ധിമുട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും അത് മറച്ചു വെച്ച് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പിന്നീട് പോയി, ഒരുപാട് കൺഫ്യൂഷനിലേക്ക് പോയി, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലുള്ള സിറ്റുവേഷൻസ് മീനാക്ഷിക്ക് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് അതോ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇനി ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാരോട് എന്തായിരിക്കും മീനാക്ഷിക്ക് പറയാനുണ്ടാവും? യൂഷ്വലി ഞാൻ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറില്ല നിങ്ങൾ എങ്ങനെയുള്ള ഒരാൾക്കാരാണ്. കാരണം നമ്മൾ സംസാരിക്കുമ്പം ചിന്തകളെല്ലാം എപ്പോഴും എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കും. അതിന് ആണാണോ പെണ്ണാണോ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. ചിന്തകൾ എപ്പോഴും എല്ലാവരുടെയും ജെൻഡർ ഇല്ല. ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതായിരിക്കും അയാൾ പുറത്തേക്ക് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ ഇടയ്ക്ക് സംസാരങ്ങൾ ഉണ്ടാവാറുള്ളൂ. ഇങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരവസ്ഥ ഞാൻ ആരെയും കാണുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ ഒന്നും ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരാളെ അല്ല. പിന്നെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഒരു സെക്ഷുവാലിറ്റി അത് എങ്ങനെയും ആയിക്കോട്ടെ, അത് നമ്മുടെ അടുത്ത് ഒരു വീട്ടിൽ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നിർബന്ധിതനാക്കി നമ്മൾ അല്ല നീ ഇങ്ങനെ ഒരാളാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചാൽ ആ കുട്ടി ഹാപ്പി ആയിരിക്കുമോ? നമ്മൾ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം. ഹാപ്പി ആയിട്ടിരിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടിരിക്കുക. നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഹാപ്പി ആവണം. ഹാപ്പി എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ സക്സസ് എങ്ങനെയായിരിക്കണം എന്ന് കാണുന്നത്. സന്തോഷമായിട്ടിരിക്കുക. ഇപ്പം നമുക്ക് ഒരുപാട് പൈസയുണ്ട്, പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ സന്തോഷം കിട്ടുന്നില്ല. സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു പൈസയില്ലെങ്കിലും നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ബാധ്യതകളൊന്നുമില്ല, നമ്മൾ സന്തുഷ്ടനാണ് എന്നുണ്ടെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏത് സെക്ഷുവാലിറ്റിയും ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ നടക്കുക. അത് അല്ലാതെ അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന് നമ്മൾ പറയത്തില്ലേ, അല്ലാതെ അത്
ആവുന്നില്ല, അത് എവിടെയും മാറ്റർ ആവുന്നില്ല. ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴോ ഒന്നും നമ്മളെ അതിനെപ്പറ്റി ഓ ഇങ്ങനെയാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു അവസരം ഇപ്പൊ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ എങ്ങനെ ഇരിക്കുമ്പോഴാണോ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അതെല്ലാവരും നമ്മൾ നിർബന്ധിച്ച ഒരാളെ അങ്ങനെയല്ല ഇങ്ങനെ മതി. അതിപ്പോ നമ്മൾ ഈ ലവ് മാരേജും അറേഞ്ച് മാരേജിന്റെ ഒക്കെ കേസിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഒരാൾക്ക് ഒരാളെ ഇഷ്ടം ഉണ്ടായിരിക്കാം, നമ്മൾ നിർബന്ധിച്ച് ഒരു അറേഞ്ച് മാരേജിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇരുന്നാൽ ഹാപ്പി ആയിരിക്കും. ഒരാളോട് ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാള് നമ്മൾ അവരെ നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിപ്പിക്കുന്നു, അവരവിടെ ഹാപ്പി ആയിരിക്കോ എന്ന് നമ്മൾ ചിന്തിക്കുക. അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, എല്ലാവർക്കും അവിടെ തീരാവുന്ന. അത് തന്നെയാണ് ഈ ജെൻഡറിന്റെ കാര്യത്തിലും പറയാനുള്ളത്. അവരെങ്ങനെയാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അവർക്ക് എങ്ങനെയാണോ ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധ്യതകളുള്ളത്, അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അതായത് ഇപ്പം ഈ ജെൻസി എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ജനറലൈസ് ചെയ്ത് പറയുമ്പം ഇപ്പം കുറച്ചുകൂടെ മുന്നോട്ടുള്ള തലമുറയിൽ പറയുന്ന കാര്യം, അവർ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഒട്ടും ലോയൽ അല്ല. ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യം അല്ലാതെ അവർക്ക് വേണ്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കാനോ അങ്ങനെ ലോയൽ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ അറിയാത്തോണ്ടാണ്, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അതിന് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിപ്പോഴത്തെ കുട്ടികളെ ശരിക്കും മനസ്സിലാവാത്ത ആരൊക്കെയോ ആയിരിക്കാം മേ ബി അങ്ങനെ പറയുന്നത്. അത് ഇപ്പോഴത്തെ തലമുറ പണ്ടത്തെ തലമുറ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ മനുഷ്യരും നമുക്ക് ശരിയാണെന്ന് എന്താണോ തോന്നുന്നത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇപ്പോഴും ഇല്ലേ എത്രയോ വർഷം റിലേഷൻഷിപ്പിലായിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല ഒരു സൈഡിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലാക്കി പിന്മാറി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന രണ്ട് സൈഡിലുള്ള ആൾക്കാരുണ്ട്. ഇവരൊന്നും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ജെൻസി കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരും ഡിപ്രഷനിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഇവർക്ക് ആർക്കും ബോധമില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് എങ്ങനെയായിരിക്കും നമ്മൾ എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം എന്ന് വിചാരിക്കും. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്നു. മേ ബി അതും ആയിരിക്കാം. മ്യൂച്വലി എങ്ങനെ രണ്ടു പേരുടെയും കൺസേൺ എടുക്കുന്ന ആൾക്കാരാണ്. നേരത്തെ പോലെ ഒരാൾക്ക് നേരത്തെയൊക്കെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ അച്ഛൻ്റെ അച്ഛമ്മയുടെയൊക്കെ സമയത്ത് ആ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പണ്ടത്തെ സിനിമകളും ഒക്കെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ശരിയാവോ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമ്മുടെ ഒന്നും ഒരു ഇതിൽ അങ്ങനെയല്ല. നമുക്കൊരു ആരെങ്കിലും ഉണ്ട്, ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ കേട്ടോ, എനിക്ക് അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്നാൽ പിന്നെ നമ്മൾ ഒരേ ക്യാരക്ടർ അല്ലായിരിക്കാം എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അതിൽ കവിഞ്ഞ് ജെൻസി ആൾക്കാർ എല്ലാവരെയും ചതിക്കുന്ന പറ്റിക്കുന്ന കള്ളന്മാരോ വഞ്ചകന്മാരോ ഒന്നുമല്ല, അങ്ങനത്തെ ആൾക്കാരെ അല്ല. ഈ പറയുന്ന ജെൻസി കിഡ്സിന്റെ ഇടയ്ക്കാണല്ലോ എത്ര നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എത്ര ഇപ്പം ന്യൂസിലാണെങ്കിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം എന്തൊക്കെ പ്രശ്നം ഉണ്ടായി, ഇപ്പം അതിലൊക്കെ ഈ പറയുന്ന ചെറിയ പ്രായമുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നിന്നത്. ഇപ്പൊ എത്ര കോളേജിന്റെയും സമരങ്ങളും അതും ഇതൊക്കെ നടക്കുന്നു. സ്റ്റുഡൻസിന് വേണ്ടി നിൽക്കുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. അതൊക്കെ ഈ ജനറേഷനിലുള്ള ആൾക്കാരാണ്. അതൊന്നും കാണാതെ എവിടെയൊക്കെയോ നടക്കുന്ന കുറച്ച് കാര്യത്തിനെ വെച്ച് ആ മൊത്തം ജനറേഷനെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ചിലപ്പം 1-2 ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടാവാം. അവരെ വെച്ച് നമ്മൾ എല്ലാരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതെപ്പോഴും എനിക്കും കേൾക്കുന്നത് 2K കിഡ് 90s കിഡ് അങ്ങനെ ഇതെപ്പോഴും പറയുന്നത് എവിടെ അവസാനിക്കും, ഇതിന് എവിടെ പോയി നിൽക്കും എന്നാണോ? അങ്ങനെയൊന്നുമില്ല. ഓൾസോ ഇപ്പൊ സംടൈംസ് ഇപ്പം ഞാൻ ലിവ് ഇൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എന്റെ പാർട്ട്ണറിനോട്. സോ ലൈക്ക് ഇപ്പം എന്റെ അടുത്ത് ആ ഡിസിഷനിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയും അതെങ്ങനെ ശരിയാവാം, ഒരു മാരേജ് കഴിക്കാണ്ട് ഇപ്പൊ ലിവിങ് ടുഗെദർ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഈ ജനറേഷന്റെ പ്രശ്നമാണ്. സോ ലൈക്ക് പക്ഷെ ചേച്ചിക്ക് അതിൻ്റെതായ ശരികളില്ലേ? അതെ, ചേച്ചിക്ക് ചേച്ചിയുടേതായ ശരികളുണ്ട്, ചേച്ചിക്ക് ചേച്ചിയുടേതായ സന്തോഷങ്ങളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അതിൽ കയറി ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ അതിൽ കയറി അഭിപ്രായം പറയാൻ ആരുമല്ല. എന്തെങ്കിലും കാര്യം ഭയങ്കര ക്രൂഷ്യലായിട്ട് മറ്റൊരാളുടെ ജീവൻ ആപത്ത് വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു സജഷൻ കൊടുക്കാം. ഇന്ന ആള് പ്രശ്നക്കാരനാണ് കേട്ടോ, എന്തെങ്കിലും കൊടുക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ പറയാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനായിട്ട് നമ്മൾ ആരുമല്ല. ഇപ്പം ചേച്ചിക്ക് അതാണ് ഹാപ്പിനെസ്, സന്തോഷം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ വേറൊരാളുടെ അഭിപ്രായം നമ്മൾ ചോദിക്കേണ്ടതായിട്ട് ഞങ്ങൾ ഈ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നില്ലല്ലോ. ഈ റൈറ്റ് റോങ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്, ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ. ഓരോരുത്തരുടെ ശരി തെറ്റും വ്യത്യാസമുണ്ട്. അതെ.
ഭയങ്കര വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് പറയുന്ന പോലെ ഉണ്ട്. കാരണം നമ്മൾ ഇങ്ങനത്തെ സംസാരങ്ങൾ പൊതുവെ വരാറില്ലല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഉണ്ടാവാറ്. പക്ഷെ അല്ലാതെ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ പൊതുവെ പറയാറില്ലല്ലോ. അപ്പം ഞാൻ ഈ അടുത്ത് ഒരു വൈശാഖൻ തമ്പി എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. അറിയുമോന്ന് എനിക്കറിയില്ല. സാറ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചപ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഞാൻ വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. വീട്ടിലെപ്പോഴും ഉണ്ടാവാറുണ്ട്. വീട്ടിലെപ്പോഴും ഞങ്ങളിങ്ങനത്തെ ഞാനും അച്ഛനുമായിട്ട് എപ്പോഴും ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതർവൈസ് നമ്മളിപ്പോഴാണ് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഞാനിപ്പം ആ സാറിനെ കണ്ടപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഭയങ്കര ചർച്ചകളും അവിടെ ഇവിടെയും ന്യൂസും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരവസ്ഥയാണ്. അപ്പം അങ്ങനത്തെ സംസാരത്തിനുപരി ഞാനിങ്ങനെ എൻ്റെ ചിന്തകളൊന്നും വേറെ എവിടെയും അങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടേ ഇല്ല. ഐ ഹാപ്പി ദാറ്റ് വി ഹാഡ് ദിസ് കോൺവെർസേഷൻ. അതെ. ഇപ്പം ഇതിനപ്പുറം ലൈക്ക് ഇപ്പം മീനാക്ഷി എന്ന് പറയുന്നത് ഒരു മീഡിയയിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, മീഡിയയിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. സോ പലപ്പോഴും നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി സംടൈംസ് ഐ മീൻ ഒരു വിമനെ ഈ സെക്ഷലൈസ് ചെയ്ത് കാണിക്കുന്ന കുറേ പരിപാടികൾ. ഇപ്പം നമ്മളിപ്പോൾ ഒരു തിയേറ്റർ ഒരു സിനിമ കഴിഞ്ഞ് വരികയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളടുത്ത് റെസ്പോൺസ് ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മേ ബി നമ്മളിപ്പോൾ ഒരു ഈ പാപ്പരാസി കോണ്ടന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പിന്നെ അത് നേരെ തംബ്നെയിലിട്ട് ഭയങ്കര വേറെ ഒരു ചിത്രീകരണമായിട്ട് തംബ്നെയിൽ വരുന്നു, ക്ലിക്ക് ബൈറ്റ്സ് വേറെ രീതിക്ക് വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഇതിനോട് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും മീനാക്ഷി? എനിക്കൊരു അങ്ങനൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ മോശമായിട്ട് ഫീൽ ചെയ്യുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നെ അവര് മോശമായിട്ട് അങ്ങനെ ചിത്രീകരിച്ചതായിട്ടോ അങ്ങനെയൊന്നും നമുക്കറിവില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പം സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ആണെങ്കിൽ ഇപ്പം അവർക്ക് എന്ത് വേണേൽ ചെയ്യാലോ. ഇപ്പം ഒരാളുടെ പടം മോർഫ് ചെയ്തോ AI ഉപയോഗിച്ചോ ഒക്കെ മോശമായിട്ട് ജനറേറ്റ് ചെയ്ത് അവർക്ക് കാണിക്കാം. അതല്ലാതെ ഇപ്പൊ ഈ പറയുന്ന മീഡിയാസിൽ നിന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. പിന്നെ അങ്ങനെ മോശമായൊരു തമ്മിലാണെന്ന് ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് എടുത്ത് നോക്കാതിരുന്നാൽ പിന്നെ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഹുക്കില്ല. നമ്മൾ ഓൾവേസ് നമ്മൾ എന്താണ് ട്രൈ ചെയ്യുന്നത്, നമ്മളിതെടുത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുന്നു, അത് കാണാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നു. റീച്ചിനെ കഴിഞ്ഞ് ഉപരി നമ്മൾ അതിൽ നിന്നും ഏൺ ചെയ്യുന്നു. അപ്പൊ ഞാനൊരു തംബ്നെയിൽ എഴുതി ഇത് കണ്ടോ ഇന്നയാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞ് ഞാനൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ആരും അതെടുത്ത് നോക്കുന്നില്ല എന്നിരിക്കട്ടെ, പിറ്റേ പ്രാവശ്യം അവർക്ക് അത് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവില്ല, അവർക്ക് ചെയ്യാൻ വരില്ല. കാരണം അതാരും കാണുന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഈ മീഡിയാസിനെ ഇത്രയും കുറ്റം പറയുമ്പം നമ്മൾ ഇത് കാണാത്ത ആൾക്കാരാണോ എന്ന് ആദ്യം ചിന്തിക്കണം. നമ്മളെല്ലാവരും ഇതെടുത്ത് നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുറ്റം പറയുന്നത്. കണ്ടില്ലേ എടുത്തു വെച്ചിരിക്കുന്നത്. അതേസമയം നമ്മളിത് കാണാതിരുന്നാൽ പിന്നെ അവർ ചെയ്യത്തില്ലല്ലോ. പിന്നെ അവർക്ക് ഇങ്ങനെ നമുക്ക് മോശം തോന്നുവാണെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്, എല്ലാവരും മോശക്കാരാണെന്നല്ല. ഇപ്പം അങ്ങനെ എടുക്കുന്ന ഒരു മീഡിയ ഉണ്ടെന്നിരിക്കട്ടെ, അവരിങ്ങനെ ഒരു ലേഡിയെ മോശമായിട്ട് ചിത്രീകരിച്ച് ഭയങ്കര വൾഗറായിട്ട് പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ക്യാപ്ഷനും കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. നമ്മളത് എടുത്ത് നോക്കണ്ട. അവർക്കപ്പോൾ അത് വ്യൂസ് കയറുന്നില്ലല്ലോ. അപ്പോൾ അത് ആരും കാണുന്നില്ല. ഞാൻ കഴിവതും അങ്ങനത്തെ കാര്യങ്ങൾ കാണാറേ ഇല്ല. അത് നമ്മുടെ ഇവിടെ മാത്രമൊന്നും അല്ല. ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ മാത്രമൊന്നും അല്ല. ഇത് വളരെ ഇപ്പോഴാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആയെന്നുള്ളൂ. ബോളിവുഡിലൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു സ്കീം ഉള്ളതാണ്. റെഡ് കാർപ്പറ്റിലൊക്കെ വരുമ്പം ഇങ്ങനെ അതൊരു തരത്തിലുള്ള ഏർണിംഗ് ആണ്. ഇപ്പം നമുക്ക് അതുകൊണ്ട് വേറൊരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മുടെ ഒരു അഭിപ്രായമാണെങ്കിൽ അങ്ങനെ എന്ത് കാര്യവും പെട്ടെന്ന് ആൾക്കാരെ അറിയിക്കാനും പറ്റും. അപ്പം അവരെ കൊണ്ട് കംപ്ലീറ്റ്ലി ദോഷം മാത്രം ആണെന്ന് വിചാരിക്കുന്നില്ല ഞാൻ. ഇപ്പം നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് എല്ലാ സമയത്തും നമുക്ക് എപ്പോഴും ഒരു കാര്യത്തിനെ പറ്റി ഒരു ഇന്റർവ്യൂ എടുത്ത് ഒരു അഭിപ്രായം പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത പക്ഷം, നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അത് വേറെയാണ്. അത് നമുക്ക് പറയാലോ, എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, പ്രൈവസി തരണം എന്നുള്ളത് നമുക്ക് പറയാവുന്ന കാര്യമാണ്. അല്ലാത്ത പക്ഷം നമ്മളത് ഇങ്ങനെ ഈ പറയുന്ന പോലെ വൾഗറായിട്ട് ഇടുകയും ഇങ്ങനത്തെ ടോപ്പിക്കുകൾ എഴുതിയിടുകയും അതിനുവേണ്ടി മാത്രം ഇനിഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് അൺഫോളോ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ കമന്റുകൾ എഴുതാതിരിക്കുക. നമ്മൾ അവരെ ചീത്ത വിളിക്കും തോറും ഇപ്പം പൊതുവെ നമുക്ക് അന്യായമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. നിങ്ങൾ ആ കൊച്ചിനെ എന്തിനാണ് അങ്ങനെ മോശമായിട്ട് ചെയ്തിരിക്കുന്നത്? അത് ആക്ച്വലി അവർക്കാണ് ഹെൽപ്ഫുൾ. അങ്ങനെ ഇടുന്ന ആൾക്കാർക്കാണ് ഇത് റീച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ട്രോളായിട്ട് വരുന്നു, വേറെ മീഡിയാസ് എടുത്തിരുന്നു, ആര് റീച്ചായി? ആ ഇട്ട ആൾക്കാർ തന്നെ റീച്ചാവും. അപ്പം നമ്മൾക്ക് ഒരു കാര്യത്തിനോട്
വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതിനോട് കൂടുതൽ റിയാക്ട് ചെയ്യാതിരിക്കുക, തന്നെ നിന്ന് പോക്കോളും. സോ നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഒരു വൈൻഡ് അപ്പ് സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഐ ഹാഡ് സോ മച്ച് ഫൺ ആൻഡ് ഐ ഹാഡ് കുറെ വേറൊരു പെർസ്പെക്റ്റീവ് ഓഫ് തോട്ട്സും കൂടെ എനിക്കും കൂടെ കിട്ടി. ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. എനിക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, മീനാക്ഷി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന. എനിക്ക് അതിലും വിശ്വാസമില്ല. അത് അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ ലൈഫിൽ മീനാക്ഷിനെ സ്കെയർ ചെയ്യുന്ന മേ ബി എന്ന് ഈ വാട്ട് ഇഫ് എന്നൊക്കെ ചിന്തിച്ച് വല്ല ഒരു സ്കെയർ ചെയ്യുന്ന എന്തെങ്കിലും പാർട്ടുണ്ടോ? വാട്ട് മേക്സ് യു സോ മേ ബി ഒരു സാഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? അങ്ങനെ ചേച്ചി ചോദിച്ചത് എനിക്ക് മനസ്സിലായി, ഉം. ഇമോഷണലി അങ്ങനെ Yeah. വിഷമിപ്പിക്കാൻ പറ്റുന്നതന്നെ. പക്ഷെ ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എട്ടുകാലിയെ പറ്റിയാ. കാരണം എനിക്കറിയാം അതൊരു സീരിയസ് ആയിട്ടുള്ള ആൻസറേ അല്ല, പക്ഷേ എനിക്ക് എട്ടുകാലിയെ ഭയങ്കര പേടിയാണ്. എനിക്ക് എന്തോ ഫോബിയ അതിനെ കണ്ട. പക്ഷെ ആൾക്കാർ ശരിക്കും ഈ പെൺകുച്ചതിന് ഇത്രയും റിയാക്ട് ചെയ്യുന്ന ഒരു എട്ടുകാലിയെ കണ്ട, അത് ചത്ത എട്ടുകാലിയും പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കും ഭയങ്കര പേടിയാണ് ഇതിനെ കാണുമ്പോൾ. ഞാനൊരു പ്രാവശ്യം ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാം. ഒരു പ്രാവശ്യം ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പുറത്തെ ഗ്ലാസ്സിൽ എട്ടുകാലി വന്നു പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്ത് ചാടി എൻ്റെ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രമാത്രം പ്രശ്നം. അതുകൊണ്ട് ലൈഫിൽ എന്ത് സ്കെയർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അതിന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. I thought like my scariest part is like losing people actually. എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. പക്ഷെ എനിക്ക് ആദ്യം ഇതിനെ ഓർമ്മ വന്നു, ഞാൻ അത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ That was fun. അതെ, അതർവൈസ് എനിക്ക് അങ്ങനെ വിഷമം വന്നേക്കാം എന്നുള്ളത്, എൻ്റെ എക്സ്പെക്ടേഷൻസ് തെറ്റുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചൂസ് ചെയ്താണ് എൻ്റെ കൂടെ ആൾക്കാരെ നിർത്തുന്നത്, വളരെ ചൂസ് ചെയ്ത ആൾക്കാരെ നിർത്തുന്നത്. അപ്പം എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഞാനൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ എന്നോട് അവരെങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടെ ഇരിക്കാവോ എന്ന് ചോദിക്കുമ്പം എൻ്റെ കൂടെ അവർ വന്നിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ട്. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകും. അത് നമുക്കറിയാം, അത് ഓരോരുത്തരുടെ ഫ്രീഡം ആണ്, അവർക്ക് എല്ലാ എപ്പോഴും ആ മൂഡായിരിക്കണം എന്നില്ല എന്നൊക്കെ നമുക്കറിയാമെങ്കിലും എന്തോ ഒരു കാര്യം കൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമാവും. ഇപ്പം എൻ്റെ കൂടെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഈ എൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടി വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവരെൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് കുറച്ചൊക്കെ മാറിയ പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ല നിൽക്കുന്നത് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുമായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. That's okay. That's how നമ്മൾ react അതെ, അത്രേ ഉള്ളൂ. Okay, so I'm so happy. ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ സംസാരിച്ചിട്ട് കുറേ നാളായി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. Yeah, and one thing you want to say to any other teenagers ഇപ്പം ഇത് വാച്ച് ചെയ്യുന്ന, maybe if they are in a confusion or they are in a struggling period or anything, എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും? എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ഞാനിപ്പം വീണ്ടും നമ്മൾ സംസാരിച്ച ഒരു കാര്യം വീണ്ടും എടുത്തിടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ അടുത്ത് ഈ വൈശാഖൻ സാറിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാനതിൽ കുറച്ച് എഴുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ അടുത്ത് ഭയങ്കര എല്ലാ ന്യൂസ് ചാനലൊക്കെ അത് എടുത്തിട്ട് മീനാക്ഷി അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഈ സാറിനെ കാണുന്ന അത്രയും സമയം ഈ സാറിൻ്റെ വീഡിയോസിലൂടെയാണ് എനിക്ക് പരിചയം. എൻ്റെ അച്ഛൻ ഇവരെ നല്ല പരിചയമാണ്. അപ്പം എന്നോട് ആദ്യം വളരെ ചെറുപ്പത്തിൽ തൊട്ടേ ഇവരുടെ വീഡിയോ കാണണം എന്ന് പറയും. അപ്പം ഞാൻ പറയും ഇല്ല, ഞാൻ കാണില്ല, എനിക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന മൈത്രേനെ ആയാലും വൈശാഖൻ തമ്പി ആയാലും സി രവിചന്ദ്രനായാലും ഇവരെയൊക്കെ കണ്ടു നോക്കൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ വേണ്ട, എനിക്ക് ബോറടിക്കുന്നുണ്ട്, എനിക്ക് ഇവർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നൊരു സ്റ്റേറ്റിലായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് മാറി വന്ന സമയത്ത് ഇവരെ കാണാൻ തുടങ്ങി. പിന്നെ ഇവരെൻ്റെ ലൈഫിൻ്റെ വലിയൊരു പാർട്ടാണ്. അപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോസിലൂടെ എനിക്കിവരെ നല്ല പരിചയമാണ്. ഞങ്ങൾ ഫോണിലൂടെ എപ്പോഴും സംസാരിക്കും. എനിക്കൊരു എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ വലിയൊരു ഗൈഡൻസ് ആണ്. എനിക്കൊരു കാര്യം ചെന്ന് ചോദിക്കാൻ, സംസാരിക്കാൻ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഒന്ന് മാറി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നം പലപ്പോഴും ഉള്ളൂ. അപ്പം അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ട്രിവാൻഡ്രത്ത് വെച്ച് ഞാൻ വൈശാഖൻ സാറിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചാണ്. അപ്പം ഞാൻ കണ്ടപ്പോഴേ ഈ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് മുന്നേയും ഇൻ്റർവ്യൂസിലൊക്കെ ആൾക്കാർ എപ്പോഴും ചോദിച്ചുകൊണ്ടുവന്ന കാര്യമാണ്, മീനാക്ഷിക്ക് റോൾ മോഡൽ ഉണ്ടോ? അപ്പം ഞാൻ അപ്പോൾ തൊട്ടേ പറയും, എനിക്ക് റോൾ മോഡൽസ് ഇല്ല, എനിക്ക് ഒരു റോൾ മോഡൽ വെക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. കാരണം നമ്മൾ ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവർ ചെയ്യുന്നതായിരിക്കണം നമ്മുടെയും ശരി എന്ന് വിചാരിക്കും. അവർ ചെയ്യുന്നതാണ് ശരി എന്ന് പറയാൻ നമ്മൾ നിർബന്ധിതരാകും. എന്നുവെച്ചാൽ അവരങ്ങനെ ചെയ്തു, അപ്പോൾ അത് ശരിയായിരിക്കും, നമുക്കും അങ്ങനെ ചെയ്യണം. നമ്മൾക്ക് വേറിട്ടൊരു വഴി ഉണ്ടാവില്ല, വേറൊരു വഴി മാറി ചിന്തിക്കാൻ നമുക്കൊരു സ്പേസ് ഇല്ല അവിടെ. അപ്പോൾ ഞാൻ ഈ വൈശാഖൻ സാറിൻ്റെ കാര്യം എപ്പോഴും പറയും, എന്നെ എൻ്റെ ലൈഫിൽ ഇത്രയും ആരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, എന്നെ
കുറേയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ അച്ഛയാണ്. അത് കഴിഞ്ഞ് എന്നെ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാൾ വേറെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു റോൾ മോഡലിനെ കഴിഞ്ഞും ഉപരി എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് ഏതൊക്കെ തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ അതൊക്കെ ഇവിടെ വന്ന് ചോദിക്കുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൻസേഴ്സ് അവിടുന്ന് വരുന്നത്. ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ റീസൺസ് പറഞ്ഞുകൊണ്ടുള്ള നമുക്ക് ടീനേജിൻ്റെ നേരത്തെ പറഞ്ഞൊരു മെയിൻ പ്രശ്നം എല്ലാത്തിനും റീസൺ വേണം. നമുക്ക് ഒരു കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയണം എന്തുകൊണ്ട് അങ്ങനെയല്ല എന്നുള്ളത്. അത് കൃത്യമായിട്ട് അറ്റവും മൂലയൊക്കെ ചേർത്ത് പറഞ്ഞു തരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഞാൻ എല്ലാത്തിനും ഹാപ്പിയാണ് എന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ ഒരു ദിവസം ഒരു പൂ പറിച്ച് തന്നിട്ട് പറയണം ഗുഡ് മോർണിംഗ് മീനാക്ഷി, ഞാൻ അന്നത്തെ ദിവസം ഹാപ്പിയാണ്. ഉയ്യോ, ഒരാൾ എന്നോട് അത്ര ചിരിച്ച് സന്തോഷം പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു എടി അത് നല്ലൊരു കാര്യമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു പക്ഷേ ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, ഇതേ അളവിൽ നമുക്ക് സങ്കടവും വരും. ഇപ്പം നമുക്ക് എന്തെങ്കിലും വളരെ ക്ലോസസ്റ്റ് ആയി പുറത്തുകൂടെ പോകുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വിഷമം വരുന്ന ഒരു കാര്യമേ ആയിരിക്കത്തില്ല. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് അയ്യോ അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന് ഓർത്ത് നമുക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമം വരും. ഞാൻ ഇതൊക്കെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കുറേ ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ സംശയങ്ങൾ മൊത്തം പറയണം. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. എന്നെ പെട്ടെന്ന് ട്രിഗർ ചെയ്യാൻ ആൾക്കാർക്ക് പറ്റും. ഇതൊക്കെ ഞാനിരുന്ന് പറയുകയാണ് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും എനിക്ക് ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ ഞാൻ ആർഗ്യൂ ചെയ്യാൻ നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് എന്നോട് ആരെങ്കിലും ഡിബേറ്റിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവരെ തർക്കിച്ച് തോൽപ്പിക്കണം, അങ്ങനെ ഒരു സംഭവമുണ്ട്. അതും ഒരു ടീനേജിന്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞു, എല്ലാ ചോദ്യങ്ങളും കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, വെൽക്കം ടു അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആ ഒറ്റ വേർഡിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി. എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഇത് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുക, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുക. പിന്നെ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന രീതികൾ ശരിയാണെന്ന് വിചാരിക്കാതെ അതിൻ്റെ കാര്യങ്ങളും കൂടെ ചിന്തിച്ച് പോയാൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും ഇതാണ് ശരി, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ശരികൾ ഉണ്ടാക്കാൻ നോക്കുക. എല്ലാവരും പറയുന്നതിന് പിന്നിൽ ഒരാളത് ചെയ്യരുതെന്ന് പറഞ്ഞു നമ്മൾ ചെയ്യാതിരിക്കുന്നതിന് പകരം അത് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും എനിക്ക് അത്രേ പറയാനുള്ളൂ, വെൽക്കം ടു അഡൽട്ട്ഹുഡ്. നമ്മളെല്ലാവരും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുഞ്ഞാകുമ്പോൾ നമുക്ക് ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ അച്ഛനമ്മ എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളും, നമ്മളെ തിരിച്ചു കൊണ്ടുവിട്ടോളും, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെ ജീവിക്കേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു വീട് പണിയണം, നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, നമ്മൾ കറണ്ട് ബില്ലടിക്കണം, വെള്ളത്തിന് ബില്ലടിക്കണം, നമുക്കിത് സ്വന്തമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ നമ്മൾ വലുതാവുന്നതിൻ്റെ ഒരു പാർട്ട് മാത്രമാണിത്. അപ്പം ഏത് വഴി കൂടെ വലുതാവുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് സ്വന്തമായി ചിന്തിച്ച് നമ്മുടെ തന്നെ ശരികളിലൂടെയും വലുതാവാം. അല്ല പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്ന അതാണ്, എന്നാൽ പിന്നെ അങ്ങനെ പോയേക്കാം എന്ന് വിചാരിച്ച് ഒരു ബാൻഡ് വാഗൻ ഫാലസി പോലെ ആ വഴി കൂടെയും നമുക്ക് പോവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെതായിട്ടുള്ള ശരികൾ ഉണ്ടാക്കി അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് വലുതാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എല്ലാവർക്കും അവരുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവാന്നല്ലേ. ഇപ്പൊ കാരണം ഞാനൊരു കോട്ട് വായിച്ചിട്ടുണ്ട്, ഓൺലി ഡെഡ് ഫിഷ് വിൽ ഗോ വിത്ത് ദ ഫ്ലോ. അതെ, അല്ലാതെ നമ്മള് ഒരു പാത്ത് ഉണ്ടാക്കുക, ലൈക്ക് ത്രൈവ് ആൻഡ് ആക്ച്വലി എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ടേക്ക് ഇറ്റ് സ്ലോ, ടേക്ക് യുവർ ടൈം, ഡീപ് ബ്രെത്ത്, അത്രേ ഉള്ളൂ. അതെ. അപ്പം ഒരുപാട് സന്തോഷം മീനാക്ഷി. ഐ ഹോപ്പ് മീനാക്ഷിക്ക് ഒരു ഗ്രേറ്റ് ടൈം ഉണ്ടായെന്ന് നമുക്ക് വീണ്ടും കാണാൻ പറ്റട്ടെ. ഉറപ്പായിട്ടും കാണാം. താങ്ക് യു സോ മച്ച്. Yeah, that's it. Let's pick it.